ഇപ്പൊ ഡാറിന് ഇവിടെ ഹൗസ് ബിൽഡിംഗ് കഴിഞ്ഞു, ലോജിസ്റ്റിക്സ് കഴിഞ്ഞല്ലോ. അപ്പൊ ഇനിയിപ്പോ എന്താണ്, നേരെ ജോലിക്ക് കയറാണോ അതോ വൈറ്റർ ബിൽഡിംഗ് നോക്കുന്നുണ്ടോ? അല്ല, നമുക്ക് അങ്ങനെ വൈറ്റ് ബിൽഡിംഗ് ഡയറക്റ്റ് നോക്കാൻ പറ്റത്തില്ല. ഇങ്ങോട്ട് വരുവാണെങ്കിൽ ഗേൾസിന് നല്ലൊരു ഓപ്ഷൻ അല്ല ആക്ച്വലി. അത് എന്റെ ഒരു അഭിപ്രായം മാത്രമായിട്ട്. എനിക്ക് ഇന്ന് പ്ലസ് ടു കഴിഞ്ഞ വന്നവർക്ക് ഇവിടെ വരുമ്പോൾ എന്തൊക്കെ സബ്ജക്റ്റ് ആണ് പഠിക്കാനുള്ളത്? അതായത് ഇപ്പോ ഫിസിക്സ്, മാത്സ് അങ്ങനെയൊക്കെ തന്നെയാണ് ഇവിടുത്തെ സബ്ജക്റ്റുകൾ. അവന്റെ ഹൗസ് ബിൽഡിംഗ് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ അവൻ അന്നേരം മൈസ്റ്ററും കൂടെ ചെയ്ത് കഴിയുമ്പോൾ അവന് സ്വന്തം രീതിയിൽ ഒരു ബിസിനസ് അവിടെ ഇടാൻ പറ്റും. അപ്പൊ ഒരു സാധാരണ ഇപ്പൊ കമ്പനി ആണെങ്കിൽ എങ്ങനെയായിരിക്കും, എത്ര ഹവേഴ്സ് ഒക്കെ നിങ്ങൾക്ക് വർക്ക് ചെയ്യേണ്ടി വരും? അതുപോലെ ബ്രേക്കും കാര്യങ്ങളൊക്കെ എപ്പോഴാണ്, അതൊക്കെ ഒന്ന് പറയാം. ലോജിസ്റ്റിക്സ് ഹൗസ് ബിൽഡിംഗിൽ ശരിക്കും നമുക്ക് വർക്ക് എന്താ വരുന്നത്? അതായത് ഹൗസ് ബിൽഡിംഗ് പാസ്സായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ വർക്ക് ആയിരിക്കും ഇവിടെ ചെയ്യേണ്ടത്? അതിപ്പോ നമുക്ക് ആക്ച്വലി ലോജിസ്റ്റിക്സിൽ കുറെ വർക്കുകളുണ്ട്. എന്തിനാ ചെയ്യേണ്ടത് ഒന്നും എനിക്കൊരു സംഭവം അറിയത്തില്ല. ആ ഒരു 1.5 years പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പൊ വേറെ മലയാളികളാരും ഉണ്ടായില്ലല്ലേ നാട്ടിൽ നിന്ന് ലോജിസ്റ്റിക്സ് എടുത്തില്ല? എനിക്ക് ലോജിസ്റ്റിക്സ് ഇപ്പൊ ഈ ജർമ്മൻ ലാംഗ്വേജ് പഠിച്ചു തുടങ്ങിയപ്പോ എന്തൊക്കെ ഡിഫിക്കൽട്ടീസ് ഉണ്ടായിരുന്നു? അതായത് ആ ജേണി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? ഹായ് ഗൈസ്, വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോയില് ലോജിസ്റ്റിക്സ് ഹൗസ് ബിൽഡിംഗിന്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ആണ്. അപ്പൊ അതിനെപ്പറ്റി കൂടുതൽ പറയാൻ വേണ്ടിയിട്ട് എന്റെ കൂടെ ഡാരൻ ബിന്നി ഉണ്ട്. കണ്ണൂരിൽ നിന്നാണ് പുള്ളി വരുന്നത്. അപ്പൊ 3.5 കൊല്ലം ഇവിടുത്തെ ലോജിസ്റ്റിക്സ് ഹൗസ് ബിൽഡിംഗ് പാസ് ഔട്ട് ആയ ആളാണ്. അപ്പൊ കൂടുതൽ കാര്യങ്ങളൊക്കെ നമുക്ക് ഡാറിനോട് ചോദിക്കാം. അപ്പൊ ഡാറിന് ഈ ഹൗസ് ബിൽഡിങ്ങിനെ പറ്റി എങ്ങനെയാണ് അറിഞ്ഞത് നാട്ടിൽ നിന്ന്? അതായത് ഇപ്പൊ ഏജൻസി വഴിയാണോ അതോ ആരെങ്കിലും സജസ്റ്റ് ചെയ്താണോ ഹൗസ് ബിൽഡിങ്ങിന്? അല്ലല്ല, ഞാൻ ഏജൻസി വഴി തന്നെ അറിഞ്ഞത്. ഞാൻ ആക്ച്വലി ഈ ലാംഗ്വേജ് പഠിക്കാൻ നേരം നമുക്ക് അന്ന് നേഴ്സിംഗ് ഹൗസ് ബിൽഡിങ്ങിനെ പറ്റി തന്നെ ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ പക്ഷെ ഞാൻ ഏജന്റിനെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവർക്ക് അതിന് മെക്കാട്രോണിക്സ്, ലോജിസ്റ്റിക്സ്, പിന്നെ നേഴ്സിംഗ് അങ്ങനെ ഇതുണ്ടായിരുന്നു. പിന്നെ എനിക്ക് നേഴ്സിംഗിനോട് അത്ര ഇൻട്രസ്റ്റ് ഇല്ലാത്ത കാരണം ഞാൻ അങ്ങനെ അപ്പൊ ഇതിന് എത്ര ലെവൽ ലാംഗ്വേജ് വേണമെന്ന് പറഞ്ഞു അവരുടെ ഡിമാൻഡ്? എന്നോട് B1 എഴുതിയാൽ മതി എന്നാ പറഞ്ഞത്. B1 വരെ പഠിച്ചോളൂ. ഞാൻ B2 വരെ പഠിച്ചു, പക്ഷെ B1 എക്സാം ഞാൻ കംപ്ലീറ്റ് ചെയ്തു. B1 സർട്ടിഫിക്കറ്റ് കൊണ്ടാണ് മൊത്തം അപ്ലൈ ചെയ്തത്. അതെ, B1 ഫുള്ള് പാസ്സായി. അതിന് വെച്ചിട്ട് ഞാൻ അപ്ലൈ ചെയ്തു. അപ്പൊ ഏത് കൊല്ലായിരുന്നു അപ്ലൈ ചെയ്ത് തുടങ്ങിയത്? ഞാൻ 2022 എക്സാം പാസ്സായത്. ഏകദേശം ഏപ്രിലിൽ ഞാൻ പാസ്സായി. അതിനുശേഷം എനിക്ക് ഏപ്രിലിൽ തന്നെ ഇന്റർവ്യൂ വന്നു, മെയ്യിൽ പാസ്സായി. അത് കഴിഞ്ഞിട്ട് ഒരു 3 മാസത്തിനുള്ളിൽ ഞാൻ ഇവിടെ വന്നു. അപ്പൊ മൊത്തം എന്തൊരു നാളെടുത്ത് പ്രോസസ്സിങ് കാര്യങ്ങളൊക്കെ ആയിട്ട്? എനിക്ക് ആക്ച്വലി സത്യം പറഞ്ഞ ഒരു 3 മാസം എടുത്തിട്ടുള്ളൂ. 3 മാസം കൊണ്ട് സെറ്റ് ആയി. ഞാനൊരു ആക്ച്വലി ഞാൻ ലേറ്റ് ആയിട്ടാ വന്നത്. ശരിക്കും ഞാനിവിടെ ജൂണിൽ കയറണമായിരുന്നു. ബട്ട് എനിക്കിവിടെ അക്കോമഡേഷൻ റെഡി ആവാത്ത എന്നൊരു പ്രശ്നമുള്ളത് കാരണം ഞാനൊരു നവംബർ ഒക്ടോബർ ഒക്കെ ആയപ്പോഴത്തേന് തുടങ്ങിയത്. അപ്പൊ അപ്ലൈ ചെയ്തപ്പോ തന്നെയായിരുന്നു അതോ നാട്ടിൽ നിന്ന് വേറെ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കൂടെ? ഇതിനെപ്പറ്റി സത്യം പറഞ്ഞ ഒരു ഐഡിയ ഇല്ലായിരുന്നു. ലോജിസ്റ്റിക്സ് എന്നാന്ന് എനിക്ക് അറിയായിരുന്നു, എന്ത് സംഭവം നടക്കുക എന്നുള്ളത് എനിക്ക് കുറിച്ച് അറിയായിരുന്നു. പ്ലസ് ടു പഠിച്ചിട്ടാണോ അത് കഴിഞ്ഞ ഡിഗ്രി എന്തെങ്കിലും എടുത്തത്? ഇല്ല, ഞാൻ പ്ലസ് ടു പഠിച്ചു, നേരെ ലാംഗ്വേജിന് കയറുന്നു. അന്നേരം ഈ പറഞ്ഞ പോലെ കോഡിന്റെ പ്രശ്നമൊക്കെ ആയിരുന്നു. അപ്പം ഈ പ്ലസ് ടുവിൽ നമുക്ക് സയൻസ് വേണോ കൊമേഴ്സ് എടുത്താലൊക്കെ ലോജിസ്റ്റിക്സിന് എടുക്കാൻ പറ്റുമോ ഇവിടെ? ഇല്ല, ഇവിടെ ആക്ച്വലി അങ്ങനെ ഒരു സംഭവം ഇല്ല. ഇപ്പൊ നേഴ്സിംഗ് ആണെങ്കിലും ലോജിസ്റ്റിക്സ് ആണെങ്കിലും മെക്കട്രോണിക്സ് ആണെങ്കിലും നമ്മൾ പ്ലസ് ടുവിന് എന്ത് എടുത്തു എന്നുള്ളതിനെ കുറിച്ച് ഒരു 12 വർഷം പഠിച്ചു കഴിഞ്ഞാൽ നമുക്കിപ്പോ ലാംഗ്വേജ് പാസ്സായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏത് സ്ട്രീമിലോട്ട് വേണമെങ്കിലും മാറാം. ഹൗസ് ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്, നമുക്ക് ഏത് സ്ട്രീമിലോട്ട് മാറാം. നാട്ടിൽ നിന്ന് പ്ലസ് ടു കഴിഞ്ഞിട്ട് തന്നെയല്ലേ നല്ലത്? അതായത് 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് വരാൻ പറ്റില്ലല്ലോ. 10ാം ക്ലാസ് കഴിഞ്ഞ് ഇന്നേവരെ ആരും വന്നിട്ടില്ല, അതാണ് വേറൊരു പ്രശ്നം. പക്ഷെ എനിക്ക് ആക്ച്വലി തോന്നുന്നു ഇവിടത്തെ ഇത് വെച്ച് നോക്കുമ്പോൾ റിയാൽ ഷൂളെ കഴിഞ്ഞിട്ടാണ് ഹൗസ് ബിൽഡിംഗിന് ചേർന്നത്. റിയാൽ ഷൂൾ എന്ന് പറയുമ്പോൾ ആക്ച്വലി 10 എത്തിയിട്ടില്ല. നമ്മുടെ നാട്ടിൽ വെച്ച് നോക്കുമ്പോൾ 10 എത്തിയിട്ടില്ല. പക്ഷെ പ്രായമായവരും ഹൗസ് ബിൽഡിംഗ് ചെയ്യണ്ടല്ലോ. ഉണ്ട്. ഇപ്പം ഞാൻ ഏജ് ലിമിറ്റും കാര്യങ്ങളൊന്നും ഇല്ല. ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ എക്സാമിന് പോയി കഴിഞ്ഞപ്പോ എന്റെ പ്രാക്ടിക്കൽ എക്സാമിലൂടെ എന്റെ ഒരാളുണ്ടായിരുന്നു. അയാൾ ആക്ച്വലി നല്ല പ്രായ ഒരാളാണ്. അയാൾ ഓൾറെഡി 2 years ഹൗസ് ബിൽഡിംഗ് ചെയ്തിട്ട്. അത് ഇവിടെ ഉള്ള ആൾക്കാരല്ലേ? നാട്ടിൽ നിന്ന് ആരെങ്കിലും പ്രായമുള്ളവർ വന്ന് പരിചയം അങ്ങനെ ഒന്നുമില്ലല്ലോ. നാട്ടിൽ നിന്ന് വരുമ്പോ ഏജൻസിയുടെ എന്തോ സീൻ ഉണ്ടെന്ന് തോന്നുന്നു. അതായത് അവർക്ക് ഏജ് ലിമിറ്റ്, നാട്ടിൽ നിന്ന് ഇങ്ങനെ ഹൗസ് ബിൽഡിംഗ് എടുക്കുമ്പോൾ ഒരു ഏജ് ലിമിറ്റിന്റെ ഒരു അങ്ങനെ ഇവിടത്തെ എടുക്കുന്ന ഒരു ആർബൈറ്റ് അങ്ങനെ പ്രൊമോട്ട് ചെയ്യാറില്ല. ഈ ജർമ്മൻ ലാംഗ്വേജ് പഠിച്ചു തുടങ്ങിയപ്പോ എന്തൊക്കെ ഡിഫിക്കൽട്ടീസ് ഉണ്ടായിരുന്നു? അതായത് ആ ജേണി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? ഓക്കെ, ഞാൻ ഈ ലാംഗ്വേജ് പഠിക്കാൻ കയറുമ്പം എനിക്ക് പറയുന്ന പോലെ എന്റെ ഒരു സീനിയറിനോട് ചോദിക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി എനിക്ക് ആക്ച്വലി ഇല്ലായിരുന്നു. കാര്യം എന്റെ മുമ്പിൽ പഠിച്ച എനിക്ക് ആരും അറിയാൻ പാടില്ല. ഞാൻ പ്ലസ് ടു കഴിയുമ്പോഴത്തേനും അന്നേരം കോവിഡിന്റെ പ്രശ്നങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കും. ഞാൻ 2018 പാസ് ഔട്ട് ആയിരുന്നു ഞാൻ ആക്ച്വലി. അപ്പൊ അന്നേരം ഞാൻ എന്റെ പ്ലസ് ടു പരീക്ഷ കഴിഞ്ഞപ്പോഴത്തേനും ഈ കോവിഡിന്റെ പ്രശ്നം തന്നെയായിരുന്നു. അപ്പൊ ഞാൻ നേരെ ലാംഗ്വേജിന് കയറി. എനിക്കപ്പം നമുക്ക് അതിന് ഓഫ്ലൈൻ ക്ലാസ് ഒന്നും ഇല്ലായിരുന്നു, ഫുൾ ഓൺലൈൻ തന്നെയായിരുന്നു. അപ്പൊ ഞാൻ അങ്ങനെ ഓഫ്ലൈനിൽ കയറി. വേറെ ഫ്രണ്ട്സ് ഒന്നുമില്ല, തന്നെ ഹൗസ് ബിൽഡിംഗ് എടുക്കാന്നുള്ള മൈൻഡിൽ കയറിയതാണ്. അന്നേരം നമ്മളിങ്ങനെ അറിഞ്ഞായിരുന്നു ഇനി നേഴ്സിംഗ് ഉണ്ട്, ആ ഒരു രീതിയിലാണ് കയറുന്നത് ആക്ച്വലി. നേഴ്സിംഗിൽ പോവാം, പക്ഷെ എനിക്ക് നേഴ്സിംഗ് ഇഷ്ടമല്ല ആക്ച്വലി. എന്നാലും അങ്ങനെ പോവാം എന്നുള്ള ഒരു രീതിയിലാണ് കയറിയത്. ഫുൾ ഓൺലൈൻ ക്ലാസ് തന്നെയായിരുന്നു. അപ്പം അങ്ങനെ കയറി കഴിഞ്ഞ് A1 A2 ഒക്കെ ആക്ച്വലി ഈസി ആയിരുന്നു സംഭവം. പക്ഷെ B1 എത്തിയപ്പോഴത്തേനാണ്
കുറച്ച് പണി. കുറച്ച് പാടായി. പക്ഷെ ഓൺലൈനിൽ അടിച്ച് അതെ എനിക്ക് ഓൺലൈൻ പഠിച്ചു കഴിയുമ്പോ അല്ലെങ്കിലും പ്രശ്നമായിരുന്നു. ഒരു ഡെയിലി 3 മണിക്കൂറേ ക്ലാസ് ഉണ്ടായിരുന്നുള്ളൂ. അപ്പം അതെന്തായാലും നല്ല പാടായി. ഞാൻ അതിന്റെ ഇടയ്ക്ക് ഒന്ന് ഡ്രോപ്പ് ചെയ്തായിരുന്നു. ഞാൻ ഓർത്ത് ഓക്കെ മാറ്റി ചിന്തിക്കുക, UK വല്ല നോക്കുക എന്നുള്ള മൈൻഡിലോട്ടൊക്കെ മാറിയായിരുന്നു ആക്ച്വലി. പക്ഷെ അത് കഴിഞ്ഞിട്ടൊരു എക്സാം എഴുതി. അപ്പം സ്പ്രഹ മാത്രം കിട്ടി എനിക്ക് ആക്ച്വലി. അത് കഴിഞ്ഞിട്ട് എക്സാം ആണോ? അല്ലല്ല, B1 എക്സാമിന് ബാംഗ്ലൂർ ഞാൻ പോയി. ഈ ഓൺലൈൻ പഠിച്ചിട്ട് നേരെ അങ്ങ് പോയി. അത് കഴിഞ്ഞ് സ്പ്രഹം കിട്ടി. അത് കഴിഞ്ഞിട്ട് ഞാൻ ഡ്രോപ്പ് ചെയ്യാനാണ് ഞാൻ ആക്ച്വലി വിചാരിച്ചത്. പിന്നെ ഞാൻ വേണ്ട, അത് കഴിഞ്ഞ് പിന്നെ അതൊക്കെ ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞ് പിന്നെ വേണ്ട, പിന്നെ ഒരു കോഴ്സിനും കൂടെ ചേർന്നു. ഞാൻ B1 വീണ്ടും റിപ്പീറ്റ് ചെയ്തു. ഓൺലൈനാണോ അതോ ഓഫ്ലൈൻ? എല്ലാം ഓൺലൈൻ. ഞാൻ ഓഫ്ലൈൻ ഒരു ക്ലാസ്സിനും ചേർന്നിട്ടില്ല. ഓൺലൈൻ എഴുതി പഠിച്ചാലും പാസ്സാൻ പറ്റുമല്ലേ? അത് അങ്ങനെ പറയാന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൺലൈൻ മൊത്തം പഠിച്ചു. നമ്മള് കുറച്ച് എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ പാസ്സാൻ പറ്റും. അങ്ങനെ പറയുമ്പോൾ ചോദിക്കാറുണ്ട്, അതായത് ഓൺലൈൻ പഠിച്ചാൽ മതിയോ ഓഫ്ലൈൻ പോയി പഠിക്കേണ്ട ആവശ്യമുണ്ടോ എന്നൊക്കെ. പക്ഷെ എനിക്ക് വേറെ ഓപ്ഷൻ ഇല്ലായിരുന്നു. അതായത് അന്ന് ഓൺലൈനേ ഉള്ളൂ. അപ്പൊ പിന്നെ വേറെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ ഞാൻ ഓൺലൈൻ തന്നെ പഠിച്ചു. അത് കഴിഞ്ഞിട്ട് വേറെ ഒരു ക്ലാസ്സും കൂടെ എടുത്തു. അന്നേരം സെക്കൻഡ് ഞാൻ ഒന്നും കൂടെ ഞാൻ റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് കിട്ടിയത് ഒരു ജർമ്മൻകാരനായിരുന്നു. ഇവിടുന്ന് വന്നൊരു ഫിലിപ്പ് എന്ന് പറഞ്ഞ ഒരു ജർമ്മൻകാരനായിരുന്നു ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു. നാട്ടിലൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. അപ്പം അവിടുന്ന് ഒരു ഫിലിപ്പ് എന്ന് പറഞ്ഞ ഒരു ജർമ്മൻകാരായിരുന്നു ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഒന്നുകൂടെ നല്ല ഐഡിയ കിട്ടി, എങ്ങനെ എക്സാമിന് അപ്രോച്ച് ചെയ്യാം, എങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്യാം, എങ്ങനെ ഷ്രൈവിന് എഴുതാം, റൈറ്റിംഗ് നമുക്ക് എങ്ങനെ നല്ല ഇത് ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ച് ഒരു ഐഡിയ കിട്ടി. അത് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് കോൺഫിഡൻസ് വന്നു. അപ്പൊ പിന്നെ എക്സാമിന് അപ്രോച്ച് ചെയ്തു. പിന്നെ ഈ പറയുന്ന ലേസനും ഞാൻ ഫസ്റ്റ് ബാംഗ്ലൂരാണ് പോകുന്നത്. ബാംഗ്ലൂരിൽ നിന്ന് എനിക്ക് സ്പീക്കിംഗ് കിട്ടി. അതിനുശേഷം പിന്നെ ഇവിടെ ഹൈദരാബാദ് പോയി. ഹൈദരാബാദിൽ നിന്ന് സ്പീക്കിംഗ് കിട്ടി. പിന്നെ ട്രിവാൻഡ്രം പോയി. ട്രിവാൻഡ്രത്തും ലേസനും ഹിയറിനും ഒരുമിച്ച് കിട്ടി. അങ്ങനെ എക്സാം കഴിഞ്ഞു. ഇതില് എഴുതിയിൽ എളുപ്പമുള്ള ഏത് സെന്റർ ആണെന്ന് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അത് കിട്ടാൻ എളുപ്പം അങ്ങനെ ഒരു സംഭവം ഇല്ല ആക്ച്വലി. എല്ലാവരും പറയും ഈ പറഞ്ഞ ഹൈദരാബാദ് പോയി കിട്ടും പറയും. ഹൈദരാബാദ് ഞാൻ ആക്ച്വലി എന്റെ ഒരു പെർസ്പെക്റ്റീവിൽ ഞാൻ പറയുവാണെങ്കിൽ ഏറ്റവും നല്ലോണം ഞാൻ ചെയ്ത് ഹൈദരാബാദാണ്. ഞാൻ ഹൈദരാബാദ് എക്സാം പാസ്സായെന്ന് വിചാരിച്ച് ഞാൻ വന്നതാണ്. പക്ഷെ അങ്ങനെയൊന്നുമില്ല. ഈ പറഞ്ഞ പോലെ അന്ന് ഞാൻ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ എല്ലാവരും പറഞ്ഞിട്ട് ട്രിവാൻഡ്രം സെന്റർ എടുക്കലെന്ന് പറഞ്ഞിട്ടുള്ളതാണ്. ഞാൻ അന്നേരം ചുമ്മാ എടുത്തു. എനിക്ക് അന്നേരം അവിടെ ഡേറ്റ് ഉള്ളൂ. അപ്പൊ ഞാൻ ചുമ്മാ ട്രിവാൻഡ്രം എടുത്തു. ട്രിവാൻഡ്രം എനിക്ക് 2 കിട്ടി. അന്ന് ഞാനൊരു B2 എഴുതി, അതും എനിക്ക് കിട്ടി. B2 ഒരു ലേസനും എടുത്തു. B2 2 മോഡ്യൂൾ, B1 2 മോഡ്യൂളും B2 1 മോഡ്യൂളും എടുത്തു. എനിക്ക് 3 കിട്ടി. എഴുതിയ എല്ലാ എക്സാം എനിക്ക് ട്രിവാൻഡ്രത്ത് കിട്ടി. പക്ഷെ അങ്ങനെ ഒരു സംഭവം ഇല്ല. നമ്മൾ എവിടെ ചെയ്യുന്നു നല്ലോണം ചെയ്യുന്നോ ഇത് കിട്ടും. പിന്നെ ബാക്കി നമുക്ക് അറിയത്തില്ല, അവരെന്തെങ്കിലും ചെയ്യുന്നുണ്ടോന്ന് എനിക്ക് അറിയത്തില്ല. പിന്നെ ഈ B1 കഴിഞ്ഞിട്ട് B2 ഓഫ്ലൈൻ പോയോ അതോ അതും ഓൺലൈൻ ആയിരുന്നു? ഞാൻ അന്ന് ഞാൻ പഠിക്കുമ്പോൾ B2 2 മോഡ്യൂൾ ഉണ്ട്. B2.1 B2.2 എന്ന് പറഞ്ഞ സംഭവത്തിൽ ഞാൻ പഠിക്കുന്നത്. ഞാൻ B2.1 വരെ പഠിച്ചു. എന്നിട്ട് ഞാൻ B1 എക്സാമിനാണ് ചെയ്തത്. ഞാൻ B2 ഞാൻ അങ്ങനെ അപ്രോച്ച് ചെയ്തിട്ടില്ല. എന്നിട്ട് ഇപ്പൊ ആ ലാംഗ്വേജ് വന്നിട്ട് അതുകൊണ്ട് ഓൺലൈൻ പഠിച്ചിട്ട് ഇവിടേക്ക് വന്നപ്പോ എന്തെങ്കിലും ഡിഫിക്കൽറ്റി ഉണ്ടായോ? അതായത് ഇപ്പൊ കമ്പനിയിലാണെങ്കിലും പഠിക്കാനാണെങ്കിലും എന്തൊക്കെയായിരുന്നു? നല്ല ബുദ്ധിമുട്ടായിരുന്നു. അതായത് ബേസ് എനിക്ക് ഓക്കെയാ. അതായത് എനിക്ക് സെന്റൻസ് കറക്റ്റ് ആയിട്ട് പറയാനും ചെയ്യാനും അറിയാം. പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ അതിന്റെ ഇടയ്ക്ക് നാട്ടിൽ ലാംഗ്വേജ് പഠിപ്പിക്കാനും പോയിരുന്നു. 1 വർഷം ഞാൻ ലാംഗ്വേജ് പഠിപ്പിച്ചോണ്ട് ഞാൻ എക്സാമിനും ചെയ്തുകൊണ്ടിരുന്നത്. അത് ആക്ച്വലി നല്ലൊരു അഡ്വാൻറ്റേജ് തന്നെയായിരുന്നു. കാരണം എനിക്ക് ബേസ് എനിക്ക് കറക്റ്റ്, ഞാൻ A1 മാത്രമേ പഠിപ്പിച്ചിട്ടുള്ളൂ. ഞാൻ എനിക്ക് അത്ര കോൺഫിഡൻസ് ഉണ്ടായിരുന്നു, ഞാൻ അത് മാത്രം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനത് അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നു. ഇവിടെ വന്നു, എക്സാം പാസ്സായിട്ട് ഇവിടെ വന്നു. പക്ഷെ ഇവിടുത്തെ ഡിയലക്റ്റും, അതായത് ഇവിടുത്തെ ഒരു ഡയലക്റ്റും കാര്യങ്ങളൊക്കെ നല്ല പാടായിരുന്നു. എനിക്ക് ഇവിടുത്തെ നമ്മൾ ഹൗസ് ബിൽഡിംഗ് ചേർന്ന് കഴിയുമ്പോൾ നമുക്കൊരു 1.5 ഇയേഴ്സ് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും നമുക്ക് ട്യൂഷൻ പ്രൂഫ് എന്ന സംഭവം ഉണ്ട്. അതുവരെ ഈ സത്യം പറഞ്ഞാൽ എനിക്ക് ഒന്നും മനസ്സിലായിട്ടില്ല. ഇവിടുത്തെ സ്കൂൾ എന്തെന്നാ, ഇവിടുത്തെ അത് വർക്ക് എന്തെന്നാ ചെയ്യേണ്ടത് ഒന്നും എനിക്കൊരു സംഭവം അറിയത്തില്ല. ആ ഒരു 1.5 ഇയേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പൊ വേറെ മലയാളികളാരും ഉണ്ടായില്ലല്ലേ നാട്ടിൽ നിന്ന് ലോജിസ്റ്റിക്സ് എടുത്തില്ല. എനിക്ക് ലോജിസ്റ്റിക്സ് ഒരാളെ അറിയത്തില്ല. എന്റെ കൂടെ ചെയ്യുന്ന ഒരു ജർമ്മൻകാരൻ, ഒരു ഉക്രൈൻകാരൻ, ഒരു ഇന്തോനേഷ്യക്കാരൻ. അവരാരും അത്യാവശ്യം അത്ര വലിയ കമ്പനിയും അല്ലായിരുന്നു. അവരാരും അങ്ങനെ ഹെൽപ്പും ചെയ്തില്ലായിരുന്നു. ആ ഒരു 1.5 ഇയേഴ്സ് ഭയങ്കര പാട് തന്നെയായിരുന്നു. അത് കഴിഞ്ഞിട്ടായിരുന്നു ഞാൻ കമ്പനി മാറി. ലോജിസ്റ്റിക്സ് ഹൗസ് ബിൽഡിംഗിൽ ശരിക്കും നമുക്ക് വർക്ക് എന്താ വരുന്നത്? അതായത് ഹൗസ് ബിൽഡിംഗ് പാസ്സായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ വർക്ക് ആയിരിക്കും ഇവിടെ ചെയ്യേണ്ടത്? അതിപ്പോ നമുക്ക് ആക്ച്വലി ലോജിസ്റ്റിക്സിൽ കുറെ വർക്കുകളുണ്ട്. അതായത് ഒന്നാമത് പറയുകയാണെങ്കിൽ ഇപ്പൊ നമ്മളൊരു കമ്പനിയിൽ നിൽക്കുവാണെങ്കിൽ നമുക്കിപ്പം അവിടെ കുറെ പ്രൊഡക്ട്സ് വരും. ചിലപ്പോൾ നമ്മുടെ ഒരു കമ്പനി ഡിസ്ട്രിബ്യൂട്ടർ കമ്പനി ആണെങ്കിൽ നമ്മൾ പല സ്ഥലത്തു നിന്ന് വരുന്ന സാധനം നമ്മുടെ വെയർ ഹൗസിലോട്ട് കയറ്റിയിട്ട് ഇപ്പൊ നമ്മൾ ആ ഒരു ഇവിടെ വാർണ അൻകാങ് എന്ന് പറയാം. അതായത് നമുക്ക് ഒരുപാട് ഗുഡ്സ് വരും.
അത് നമ്മൾ നമ്മുടെ കമ്പനിയിലോട്ട് വരുന്ന ഗുഡ്സ് ആണോ എന്നുള്ളത് നോക്കിയിട്ട് നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം. നമ്മൾ ചെക്ക് ചെയ്യുക. അതുപോലെ ഫിസിക്കലി ആയിട്ടുള്ള പണിയാണോ അതോ നമുക്ക് കുറച്ചുകൂടി ആക്ച്വലി ഫിസിക്കലി കുറവാണ്. ഞാൻ പറയുകയാണെങ്കിൽ ഒരു 20% ഫിസിക്കലി ഉണ്ടാവും, പക്ഷെ വളരെ കുറവാണ് അത്. അപ്പൊ നമ്മുടെ കമ്പനിയിലേക്ക് ഉള്ളതാണോ നോക്കുക, നമ്മളത് അക്സെപ്റ്റ് ചെയ്യുക, ആ ഗുഡ്സ് അക്സെപ്റ്റ് ചെയ്യുക. സോർട്ട് ചെയ്യണ പരിപാടിയൊക്കെ നിങ്ങൾ തന്നെയല്ല, അതായത് ഇപ്പോ ഇങ്ങോട്ടേക്കാണ് ഓരോ സെക്ഷനിലോട്ട് വിടേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അത് ഡിപ്പെൻഡ് ആയിരിക്കും. ഇപ്പൊ ഞാൻ പറയണത്, ഇപ്പൊ ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് ഒരു പ്രൊഡക്ഷൻ കമ്പനിയിലാണ്. അപ്പൊ നമ്മൾ അവിടെ സോർട്ട് ചെയ്യണം, ഏത് ഗുഡ്സ് ഏത് സ്ഥലത്തോട്ടാ പോകുന്നത് സോർട്ട് ചെയ്യണം. പക്ഷെ ചില കമ്പനി ഉണ്ട്, ഇപ്പം ഇവിടെ സ്പെഡിക്സിയോ എന്ന് പറഞ്ഞ കമ്പനി ഉണ്ട്. അത് നമ്മളിപ്പോ ആമസോണിൽ നിന്ന് ഗുഡ്സ്, ആമസോണിൽ നിന്ന് ഒരു പ്രൊഡക്റ്റ് ഓർഡർ ചെയ്യുമ്പോൾ അതിപ്പോ വരുന്നത് ഒരുപാട് ദൂരെ നിന്നായിരിക്കും. അപ്പൊ ഓരോ സ്ഥലത്തു കൂടി ഇങ്ങനെ വരിക. അപ്പൊ നമുക്ക് ഒരു സ്ഥലത്ത് നിന്ന് ഒരു സ്ഥലത്തോട്ടേക്ക് എത്തും, ഓരോ വെയർ ഹൗസ് വഴി ഇങ്ങനെ വരിക. അപ്പൊ നമ്മളൊരു വെയർ ഹൗസിലാണെങ്കിൽ ഇത് അക്സെപ്റ്റ് ചെയ്തിട്ട് അടുത്ത വെയർ ഹൗസ് എങ്ങോട്ടേക്കാണോ പോകുന്നത്, ഏത് സമയത്താണ് കൊടുക്കേണ്ടത് എന്നുള്ളതായിരിക്കും നമ്മുടെ ഡ്യൂട്ടി. അപ്പൊ നമ്മളത് എടുക്കുക, നമ്മുടെ വെയർ ഹൗസിൽ അത് സ്റ്റോർ ചെയ്യുക, ഏത് ടൈം ആവുമ്പോൾ നമ്മളത് കൊടുക്കുക. അതാണ് നമ്മുടെ ഡ്യൂട്ടി. ഇപ്പൊ ഹൗസ് ബിൽഡിംഗ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇതൊക്കെ നമ്മൾ ചെയ്തു പോകണല്ലേ, അതായത് കമ്പനിയിലൊക്കെ മെയിൻ വർക്ക് എന്ന് പറയുന്നത് ഇതായിരിക്കും. അതെ അതെ അതെ. നമ്മുടെ കമ്പനിയിൽ ഒരു കുറേ ലോജിസ്റ്റിക്സ് പ്ലാൻ ഉണ്ട്. ഒറ്റ പ്ലാനല്ല ലോജിസ്റ്റിക്സ് പോകുന്നത്, കുറേ പ്ലാൻ ഉണ്ട്. അപ്പൊ പ്രൊഡക്ഷൻ കമ്പനിയിൽ ഒരു പ്ലാൻ ആയിരിക്കും, ഡിസ്ട്രിബ്യൂഷൻ കമ്പനിയിൽ ഒരു പ്ലാൻ ആയിരിക്കും, ട്രാൻസ്പോർട്ട് ഉണ്ട്, ട്രാൻസ്പോർട്ട് ഒരു പ്ലാൻ ആയിരിക്കും. അങ്ങനെ എല്ലായിടത്തും പല പല പ്ലാൻ വെച്ചിട്ടാണ് പോവുക. അപ്പം എനിക്ക് ആക്ച്വലി എക്സ്പീരിയൻസ് ഉള്ളത് ആകെ പ്രൊഡക്ഷൻ കമ്പനിയിലായിരിക്കും. അപ്പൊ പ്രൊഡക്ഷൻ കമ്പനിയിൽ വെച്ച് പറയുവാണെങ്കിൽ നമുക്ക് പ്രൊഡക്ഷൻ ആകുമ്പോൾ നമ്മളൊരു ഗുഡ്സ് ഉണ്ടാക്കുവാണല്ലോ. അപ്പൊ നമുക്ക് റോ മെറ്റീരിയൽസ് വരും. ആ റോ മെറ്റീരിയൽസ് നമ്മൾ കൺട്രോൾ ചെയ്യണം, നമ്മുടെ ഗുഡ്സ് ആണോ നോക്കണം, നമ്മൾ സ്റ്റോർ ചെയ്യണം. അവരാവശ്യം വരുമ്പോൾ നമുക്കൊരു കോൺട്രാക്ട് അയക്കും. ഇൻ കമ്പനിയിൽ തന്നെ നമുക്കൊരു കോൺട്രാക്ട് അയക്കും, ഇന്ന സാധനങ്ങൾ നമുക്ക് വേണം. അത് നമ്മൾ നമ്മുടെ വെയർ ഹൗസിൽ ഓൾറെഡി സാധനങ്ങൾ ഉണ്ടാവും, എപ്പോഴും വന്നുകൊണ്ടിരിക്കും. അത് നമ്മൾ അവർക്കൊരു കമ്പനി തന്നെ ആവശ്യം വരുമ്പോൾ നമ്മളത് കളക്ട് ചെയ്യണം, അവർക്ക് കൊടുക്കണം. അതാണ് ഈ സംഭവം എങ്ങനെ പോണതൊക്കെ നിങ്ങളുടെ കയ്യിലായിരിക്കും. അതായത് ഒരു കമ്പനിയിൽ സംഭവം നടക്കണ മൊത്തം നമ്മുടെ കമ്പനിയിൽ ഇതായിരിക്കും. റോ മെറ്റീരിയൽസ് നമ്മൾ കൊടുക്കും, അവരത് ഫുള്ള് പ്രോസസ് ചെയ്യും, നമുക്ക് തരും. ഇപ്പൊ നിങ്ങളുടെ ഷെഫും കാര്യങ്ങളൊക്കെ ഇപ്പൊ എന്താ ചെയ്യണം? നിങ്ങൾ ചെയ്യണ വർക്കായിരിക്കുമല്ലോ ഷെഫ് ചെയ്യണത്, അവര് വെറുതെ കൺട്രോൾ ചെയ്യണുള്ളൂ അതോ? അത് അവർക്ക്, അതായത് എല്ലാം മേജറായിട്ടുള്ള സംഭവം അറിയായിരിക്കും. അതിപ്പോ ഏത് ഗുഡ്സ് എന്ന സമയത്ത് വരും. അപ്പൊ അവർ നമുക്ക് അഡ്വൈസ് തരും, ഇന്ന ദിവസം ഇന്ന സാധനം വരും, ഇത് നമ്മൾ കളക്ട് ചെയ്യണം, അങ്ങനെ ഇങ്ങനെ പറയും. അപ്പൊ നമുക്ക് രാവിലെ ഇപ്പൊ എനിക്ക് മിക്കപ്പോഴും ചില സ്ഥലത്ത് ചെല്ലുമ്പോൾ നമുക്ക് ഏർലി ഷിഫ്റ്റ് ആയിരിക്കും. അപ്പൊ നമുക്ക് ചെന്ന് കഴിയുമ്പോഴത്തേനും നമുക്ക് ഓരോ കോൺട്രാക്ട്സ് കിട്ടും, ഇന്ന സമയത്ത് ഇന്ന സാധനം വരും, ഇന്ന സമയത്ത് ഇന്ന സാധനം. അപ്പൊ നമ്മളതൊക്കെ ചെല്ലണം. ഇന്ന സമയമാകുമ്പോൾ നമ്മളത് കളക്ട് ചെയ്യുന്ന പോയിന്റിലോട്ട് ചെല്ലണം. അത് ഓരോ റാമ്പ് എന്ന് പറയും അവിടെ നമ്മൾ ചെല്ലണം. ചില സ്ഥലത്ത് റാമ്പ് ഉണ്ടാവും, ചില സ്ഥലത്ത് റാമ്പ് ഉണ്ടാവും. ചിലപ്പോൾ ചെറിയ ഗുഡ്സ് ആയിരിക്കും, ചെറിയ ഗുഡ്സ് നമുക്ക് റാമ്പിന്റെ ആവശ്യമില്ല. അപ്പൊ നമ്മൾ ഏതാണ് ആ പോയിന്റിൽ നമ്മൾ പ്രസന്റ് ആയിരിക്കണം. അപ്പൊ നമ്മളത് കളക്ട് ചെയ്യുക, നമ്മൾ അപ്പൊ കിട്ടുമ്പോൾ നമ്മൾ നോക്കണം നമ്മുടെ അഡ്രസ്സിലോട്ടാണോ സാധനം ഉള്ളത്. അപ്പൊ നമ്മളത് കളക്ട് ചെയ്യുക, അത് കൺട്രോൾ ചെയ്യുക, എന്നിട്ട് നമ്മൾ സ്റ്റോർ ചെയ്യുക. ഇതൊരു ഓർഡറിലായിരിക്കും സ്റ്റോർ ചെയ്യുന്നുണ്ടാവുക. ഇതിപ്പോ പല ഡിപ്പാർട്ട്മെന്റ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ, അതിപ്പോ ലാഗറിലാണെങ്കിലും ഇപ്പൊ കമ്പനി ഇപ്പൊ ഒരാവശ്യം ഉണ്ടെങ്കിൽ ഇപ്പൊ നിങ്ങളുടെ അടുത്ത് വന്നിട്ട് ഗുഡ്സ് എന്താ അവർക്ക് ആവശ്യമുള്ള വർക്ക് മെറ്റീരിയൽ ഒക്കെ ആണെങ്കിൽ നിങ്ങളുടെ അടുത്ത് നിന്നല്ലേ ഇപ്പൊ വാങ്ങിച്ചോണ്ട് വരുന്നത്. അതെ അതെ അതെ. അപ്പൊ അവിടെ വർക്ക് ചെയ്യണയാണോ അതോ മറ്റ് വർക്കാണോ കുറച്ചുകൂടി ഈസി? നാട്ടിൽ നിന്ന് കുറെ ഗേൾസ് മെസ്സേജ് ഉണ്ടായിരുന്നു, അവർക്ക് ലോജിസ്റ്റിക്സ് എടുക്കാൻ താല്പര്യമുണ്ട്. ഇതിപ്പോ എങ്ങനെയാണ് ഇവിടുത്തെ പരിപാടി എങ്ങനെയാണെന്ന് അറിയില്ല. ഇപ്പൊ ഗേൾസ് ആരും ഇങ്ങനെ എടുത്തത് കണ്ടിട്ടില്ല, അവർക്ക് കോണ്ടാക്ട് കിട്ടില്ലെന്ന് പറഞ്ഞു. അപ്പൊ അവരോട് എന്താണ് പറയാനുള്ളത്? ലോജിസ്റ്റിക്സ് എടുക്കുന്നത് നല്ലതായിരിക്കും? ഞാൻ പറയുവാണെങ്കിൽ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരുവാണെങ്കിൽ ഗേൾസിന് നല്ലൊരു ഓപ്ഷൻ അല്ല ആക്ച്വലി. അത് എന്റെ ഒരു അഭിപ്രായം മാത്രമാണ്, എനിക്ക് അറിയത്തില്ല. ബട്ട് ഗേൾസിന് നല്ല ഓപ്ഷൻ ആണെന്ന് എനിക്ക് തോന്നുന്നില്ല ഇവിടെ. കാര്യം നമുക്ക് തന്നെ നല്ലൊരു ഓപ്ഷൻ ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. അപ്പൊ ഗേൾസിനും കൂടി ആവുമ്പോൾ അത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അവർക്ക് ഇപ്പൊ നഴ്സിംഗ് താല്പര്യമില്ല, ഇപ്പൊ വേറൊരു ഹൗസ് ബിൽഡിംഗ് നോക്കണം, ലോജിസ്റ്റിക്സ് ആണ് കുറച്ചും കൂടി അതിന് ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് എടുക്കാൻ പാടില്ല. അല്ലാതെ ലോജിസ്റ്റിക്സിനോട് അത്ര ഇൻട്രസ്റ്റ് ഉള്ളവർ എടുക്കാം, പക്ഷെ നഴ്സിംഗ് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഒരു ബൈ ഓപ്ഷൻ എന്ന രീതിയിൽ ലോജിസ്റ്റിക്സ് എടുക്കണമെന്ന് എനിക്ക് അഭിപ്രായമില്ല. ലോജിസ്റ്റിക്സ് എന്താണ് ഡ്യൂട്ടി എന്ന് അറിഞ്ഞ് ഒക്കെ ഇഷ്ടപ്പെട്ട് എടുക്കുവാണെങ്കിൽ ഓക്കെ. ബട്ട് അങ്ങനെ നഴ്സിംഗിന് പകരം എന്നൊരു ഓപ്ഷൻ ആയിട്ട് എടുക്കുവാണെങ്കിൽ എനിക്ക് അതിന് വലിയ അഭിപ്രായമൊന്നുമില്ല. അതായത് പറഞ്ഞാൽ അത്ര ഈസി അല്ല കാര്യങ്ങൾ. അതായത് അത്യാവശ്യം നല്ല പണി തന്നെയാണ്. ഇപ്പൊ ഞാൻ ചെയ്തുകൊണ്ടിരുന്ന വർക്ക് എന്ന് പറഞ്ഞാൽ ഡെയിലി ഞാൻ ഒരു 10 കിലോമീറ്റർ നടക്കണം. അപ്പൊ അങ്ങനെയൊക്കെ ഓക്കെ എന്നുള്ള രീതിയിൽ പറയാനുള്ള ആൾക്കാരാണെങ്കിൽ കുഴപ്പമില്ല. അതായത് ഇപ്പൊ പറയുവാണെങ്കിൽ ഞാൻ എന്റെ സ്കൂളിൽ പഠിക്കും, നമ്മൾ സ്കൂളിലാണ് പോവുക, നമ്മൾ കോളേജല്ല, നമ്മൾ സ്കൂളിലാണ് പോവുക. അവിടെ ആക്ച്വലി 3 ഗേൾസ് ഉണ്ടാവുള്ളൂ, ബാക്കി 30 or 25 ബോയ്സ് ആയിരുന്നു. നാട്ടിനാരും ഇല്ല. അപ്പൊ അതാണ് ആ ഒരു വ്യത്യാസം ഉണ്ട് അവിടെ. ഇത് ആക്ച്വലി ഒരു മെൻലിഷ് സംഭവമാണ്. ഫിസിക്കൽ വർക്ക് ഫിസിക്കൽ വർക്ക് ഉണ്ട്, ഇല്ലെന്ന് പറയാൻ പറ്റത്തില്ല, അത് ഡിപ്പെൻസ്.
ഇപ്പൊ നമുക്കൊരു ബോയ്സ് ആവുമ്പോൾ നമ്മളൊരു 50 കിലോസ് അല്ലെങ്കിൽ 45 കിലോസ് നമ്മൾ എപ്പോഴും അല്ല, മാക്സിമം വല്ലപ്പോഴും 45 കിലോസ് നമ്മൾ പൊക്കണം എന്നുള്ള രീതിയിലാണ് ഈ കോഴ്സ് ഉള്ളത്. ഗേൾസ് ആകുമ്പോൾ അത് വളരെയധികം കുറയും. അപ്പൊ അതനുസരിച്ച് ഗേൾസിന് അത്രയും കപ്പാസിറ്റി ചെയ്തുള്ളതാണ് ഇവർ ടെക്നോളജി ഒക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഏതായാലും കുറച്ചുകൂടി ടാസ്ക് ആയിട്ടുള്ള ടെക്നോളജി വെച്ച് നോക്കുമ്പോൾ അത് ഡിപ്പെൻസ് ഓൺ കമ്പനിയാണ്, നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ ആക്ച്വലി ലോജിസ്റ്റിക്സ് എന്ന് പറയുമ്പോൾ അത് മെയിൻലി ഒരു ബോയ്സ് ടൈപ്പ് സംഭവം തന്നെയാണ്. അത് പിന്നെയും ഗേൾസിന് ഓപ്പർച്യൂണിറ്റി ഉള്ളത് എന്ന് പറയുമ്പോൾ ലോജിസ്റ്റിക്സിന് ഓഫീസ് ഡ്യൂട്ടി ഉണ്ട്, അത് ഒരുപാട് ഗേൾസ് ചെയ്യുന്നുണ്ട്. അത് പക്ഷെ നമ്മുടെ നാട്ടിൽ നിന്ന് വരുന്ന ഗേൾസിനാണെങ്കിലും ഹൗസ് ബിൽഡിംഗ് ഓപ്റ്റ് ചെയ്യുന്ന ഒരു ഗേൾസിനാണെങ്കിലും അത് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് ഇവിടെ ഉള്ളവർക്ക് തന്നെ ആ ഒരു പൊസിഷൻ ഉണ്ടാവും, അങ്ങനെ പോകുന്നുള്ളൂ. അപ്പൊ ജർമ്മനിയിൽ എത്തിയിട്ട് ഫസ്റ്റ് ഷൂലെ എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? ഷൂലെ ആയിരുന്നോ അതോ കമ്പനി ആയിരുന്നോ ആദ്യം തന്നെ? ഞാൻ ആക്ച്വലി ഇച്ചിരി ലേറ്റ് ആയിട്ട് ജോയിൻ ചെയ്തത്. ഞാൻ ജോയിൻ ചെയ്യേണ്ടിയിരുന്നത് ജൂലൈയിലായിരുന്നു. പക്ഷെ ഞാൻ ഓൾറെഡി ലേറ്റ് ആയിട്ടാണ് വന്നത്. എനിക്ക് ഇവിടെ അക്കോമഡേഷന് കുറച്ച് പ്രശ്നമൊക്കെ ആയത് കാരണം ഏജന്റ് ത്രൂ ആണല്ലോ ഓൾറെഡി വരിക നമ്മളെല്ലാവരും. അപ്പൊ എന്നോട് കുറച്ച് ലേറ്റ് ആയിട്ട് വന്നാൽ മതി എന്ന് പറഞ്ഞു. ഞാൻ ഒക്ടോബറിൽ ഇവിടെ വന്നു. അപ്പം ഞാനിവിടെ കമ്പനിയിൽ ജോയിൻ ചെയ്തപ്പോൾ എനിക്ക് ഇവിടെ ഒക്ടോബർ ഫയർ എന്ന് പറഞ്ഞ സംഭവം ഉണ്ട്. അപ്പൊ ആ സമയത്ത് നമുക്ക് ഷൂള ഉണ്ടാവത്തില്ല, ഷൂള എന്ന് പറഞ്ഞ സ്കൂൾ ഉണ്ടാവത്തില്ല. അപ്പം എനിക്ക് 2 ആഴ്ച വെക്കേഷൻ ആയിരുന്നു. അപ്പം നമുക്ക് കമ്പനിയിൽ വർക്ക് ചെയ്യണമല്ലോ, നമുക്ക് ആഴ്ചയിൽ 45 മണിക്കൂർ കവർ ചെയ്യണമല്ലോ. അപ്പൊ സ്കൂൾ ഉണ്ടായിരുന്നില്ല, നേരെ കമ്പനിയിലാണ് വന്നിട്ടുണ്ടായിരുന്നത്. കമ്പനി വന്നപ്പോൾ ഈ പറയുന്ന പോലെ പ്രൊഡക്ഷൻ കമ്പനി ആയിരുന്നു. പ്രൊഡക്ഷൻ കമ്പനി വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ ഉണ്ടായിരുന്നത് വാർണ ഐൻഗാങ് ആയിരുന്നു. വാർണ ഐൻഗാങ് എന്ന് പറയുമ്പോൾ നമുക്ക് റോ മെറ്റീരിയൽസ് വരും. റോ മെറ്റീരിയൽസ് വരുന്ന സ്ഥലത്തോട്ടായിരുന്നു അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്ന അപ്ടൈലുമിലായിരുന്നു. അതായത് ആ ഒരു ഡിവിഷനിലായിരുന്നു ഞാൻ ഉണ്ടായിരുന്നത്. ആക്ച്വലി എനിക്ക് അവിടെ നിന്ന് ചെയ്യേണ്ടത് എനിക്ക് കാര്യമായിട്ട് അറിയത്തൊന്നുമില്ല. അവിടെ എന്നെക്കാളും മുന്നേ വന്നൊരു മലേഷ്യക്കാരനുണ്ടായിരുന്നു. നിങ്ങളുടെ ഇൻടേക്കില് എത്ര പേരുണ്ടായിരുന്നു? വേറെ രാജ്യക്കാരും അങ്ങനെയൊക്കെ ആയിട്ട്? അതായത് എന്റെ കൂടെ വന്ന 5 പേരായിരുന്നു. അതായത് 5 പേരിൽ ഞാൻ മാത്രം ലോജിസ്റ്റിക്സും ബാക്കി 4 പേരും ഫുഡ് ടെക്നോളജി ആയിരുന്നു. അപ്പൊ അവര് അങ്ങനെ പോയി. അവർക്ക് സീനിയേഴ്സ് ഉണ്ടായിരുന്നു. അപ്പൊ അവര് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഡിസ്കസ് ചെയ്ത് അവരൊക്കെ ആയിരുന്നു. എനിക്ക് സീനിയേഴ്സ് എന്ന് പറയാൻ ആരുമില്ല. എനിക്ക് ഈ ഫോറിനേഴ്സും അവരൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ കൂടെ ഉണ്ടെന്ന് മലേഷ്യക്കാരനാണ് എനിക്ക് പറഞ്ഞു തന്നത്. അവർ 2 മാസമായി. അവർക്ക് ഇംഗ്ലീഷ് അറിയായിരുന്നു? ജർമ്മൻ മാത്രമാണ് അവനോട് ആക്ച്വലി ഫുള്ള് ഇംഗ്ലീഷിലാണ് പറഞ്ഞു. എനിക്ക് ഇംഗ്ലീഷ് അറിയാം, ഇംഗ്ലീഷ് സംസാരിച്ചൊക്കെ പറഞ്ഞ് അങ്ങനെ ഇതാക്കിയത്. പക്ഷെ അവന് വലിയ ധാരണയൊന്നും ഇല്ലായിരുന്നു, എന്താ പരിപാടി ഒന്നും അറിയത്തില്ലായിരുന്നു. അപ്പൊ അങ്ങനെ ഇംഗ്ലീഷ് സംസാരിച്ചു. അത്യാവശ്യം നമുക്ക് എന്താ ചെയ്യേണ്ടത് മനസ്സിലായി. സാധനം വരും. ഒരു ട്രക്കിൽ 33 പലറ്റ്സ് ഉണ്ടാവും. പലറ്റ്സ് എന്ന് പറഞ്ഞാൽ ഒരു സാധനത്തിന് ഒരു ട്രക്കിൽ 33 സാധനങ്ങൾ ഉണ്ടാവും, ഗുഡ്സ് ഉണ്ടാവും. ആ 33 എണ്ണവും നമ്മൾ പുറത്തോട്ട് ഇങ്ങനെ വെക്കണം. അതിൽ കൺട്രോളിങ് ഉണ്ടാവും. അതായത് ആ ഒരു നമുക്ക് വേണ്ട സാധനം ക്വാളിറ്റി ഉള്ളതാണോ നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കുക. അവിടെ ഒരു ലാബ് ഉണ്ടാവും. അന്ന് ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരു പിസ്സ കമ്പനിയിലായിരുന്നു. അപ്പം ഇത് വർക്ക് ചെയ്യുമ്പോൾ അതിന് ചീസൊക്കെ ആയിരിക്കും ഏറ്റവും കൂടുതൽ, ചീസും സലാമിയും. സലാമി ആയിരിക്കും വരുന്നത്. അപ്പം അതിന്റെ ക്വാളിറ്റി എന്തായാലും ചെക്ക് ചെയ്ത് നോക്കണം. അപ്പൊ നമ്മൾ അതിനകത്തൊരു 3-4 എണ്ണോ ലാബിലോട്ട് കൊടുക്കും. അപ്പൊ അവരത് ചെക്ക് ചെയ്യും, തിരിച്ചു വരും. ആ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവർ ഓക്കെ എന്ന് പറഞ്ഞാലേ നമ്മളത് ബാക്കി ചെയ്യത്തുള്ളൂ. മൊത്തം എല്ലാം പുറത്തോട്ട് ഇറക്കി വെക്കും. കൂടുതൽ മാത്സ് അപ്ലൈ ചെയ്യാനുണ്ടോ? അതായത് കണക്കും കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കേണ്ടി വരും? ഇല്ല, അങ്ങനത്തെ സംഭവമൊന്നുമില്ല. മാത്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് കൂട്ടാനും കുറയ്ക്കാനും അങ്ങനത്തെ സംഭവം. കമ്പനിയിലപ്പോ മാത്സിന്റെ ഷൂലയിൽ പഠിക്കണ്ടാവില്ലേ മാത്സ്? ഷൂലയിൽ ഉണ്ടാവും. അതെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ, കുറെ ടൈപ്പ് ലോജിസ്റ്റിക്സ് ഉണ്ട്. നമ്മൾ വർക്ക് ചെയ്യുന്നതും ഷൂളയും വേറെയാണ്. ഷൂളയിൽ നമ്മൾ ഏകദേശം എല്ലാ ലോജിസ്റ്റിക്സും പഠിക്കും. അപ്പം അതിൽ നമ്മളെല്ലാം പഠിക്കണം. അപ്പൊ ഷൂലയില് എങ്ങനെയായിരുന്നു? ക്ലാസ് ടെസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു? അതിന് തൊട്ട് പഠിപ്പിക്കണതൊക്കെ എങ്ങനെ ടെസ്റ്റ് പോകുമായിരുന്നു? ഞാൻ ആക്ച്വലി സ്കൂളിൽ നേരെ ചെന്നപ്പോ അന്ന് ഫസ്റ്റത്തെ പീരീഡ് എക്സാം ആയിരുന്നു. എക്സാം അതെന്താന്ന് എനിക്കും അറിയത്തില്ല. അന്നേരം നേരെ എന്റെ ക്ലാസ്സാർ ഒന്ന് പറഞ്ഞു, നീ പുതിയതായിട്ട് വന്നല്ലേ, നീ ചെയ്യേണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചെയ്തില്ല. ആദ്യത്തെ എനിക്ക് അന്നേരം വീക്കിലി 2 days ആയിരുന്നു ക്ലാസ്. അപ്പൊ എന്നോട് പറഞ്ഞു ആ 2 ദിവസം എക്സാം ചെയ്യേണ്ടെന്ന് പറഞ്ഞു. അടുത്ത ആഴ്ച തൊട്ട് എനിക്ക് എക്സാം എഴുതാൻ തുടങ്ങി. ഫസ്റ്റ് ഇയർ ഞാൻ ആക്ച്വലി നല്ല രീതിയിലൊന്നും ചെയ്തിട്ടില്ല. ഈ എക്സാം നമ്മളിപ്പോ ഇടയ്ക്ക് നടത്തുന്ന ടെസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിന്റെ മാർക്ക് നമുക്കിപ്പോ ലാസ്റ്റത്തെ സർട്ടിഫിക്കറ്റിലും അങ്ങനെ കാണിക്കില്ലേ? അപ്പൊ അത് അതെ. ഇവിടെ എല്ലാ എക്സാമും വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതെനിക്ക് വളരെ ലേറ്റ് ആയിട്ടാണ് മനസ്സിലായത്. കാര്യം എനിക്ക് പറഞ്ഞാൽ ആരും ഇല്ലായിരുന്നു, എനിക്ക് അറിയത്തില്ലായിരുന്നു. എനിക്ക് അതിനെ കുറിച്ച് ഇൻട്രൊഡക്ഷൻ ആരും തന്നിട്ടില്ലായിരുന്നു. നമ്മൾ ഫസ്റ്റ് ഇയർ ഒരു എക്സാം കുറെ നമുക്ക് ക്ലാസ്സിൽ ടെസ്റ്റ് ഉണ്ടാവും, അതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആ ഫസ്റ്റ് ഇയറിന്റെ എല്ലാ എക്സാമും ഇവിടെ സത്യം പറഞ്ഞാൽ 1, 2, 3, 4, 5, 6 ഗ്രേഡ് ആണ്. അപ്പം 4 എന്ന് പറഞ്ഞാൽ ജസ്റ്റ് പാസ്, 5 എന്ന് പറഞ്ഞാൽ തോറ്റു, 6 എന്ന് പറഞ്ഞാൽ ഏറ്റവും തോറ്റു. 5 എന്ന് പറഞ്ഞാൽ ഓക്കെയാണ്, നമുക്കത് 3 കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ
4 ആവും. 6 എന്ന് പറഞ്ഞാൽ തോറ്റു, അതിൽ വേറെ വർത്താനമൊന്നുമില്ല. 1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെയർ ഗുഡ് എന്ന് പറയും, 2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗുഡ് എന്ന് പറയും, 3 എന്ന് പറഞ്ഞാൽ ബെഫ്രീഡിംഗ് എന്ന് പറയും, 4 എന്ന് പറഞ്ഞാൽ ഹൗസ് റൈഹൻഡ് എന്ന് പറയും, 5, 6 എന്ന് പറഞ്ഞാൽ തോറ്റു, അതിൽ വേറെ വർത്താനമൊന്നുമില്ല. അങ്ങനെ രീതിയിൽ പോകും. അപ്പം നമ്മൾ ഈ ഫസ്റ്റ് ഇയറിൽ കുറെ എക്സാം ഉണ്ടാവും. ഇതെല്ലാം നമ്മൾ ഒരു 4 മേലെങ്കിലും മേടിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ അവർ പറയും എക്സാം ഉണ്ടാവും, ലൈസൻസ് കൺട്രോൾ എന്ന് പറയും, ചില സ്ഥലത്ത് ടെസ്റ്റ് എന്ന് പറയും. അപ്പൊ അതൊരു സംഭവം ഉണ്ടെങ്കിൽ നമ്മൾ പഠിക്കണം. പാസ്സാണ് നമുക്ക് ഫസ്റ്റ് ഇയർ കഴിയുമ്പോൾ സർട്ടിഫിക്കറ്റ് കിട്ടും. അതിൽ നമ്മുടെ എത്ര മാർക്ക് കിട്ടി, എത്ര സബ്ജക്ട് ഉണ്ടായിരുന്നു, അതിലെ മാർക്ക് നമുക്ക് 4ഉം 5ഉം കിട്ടി കഴിഞ്ഞാൽ പ്രശ്നമാവും. 4, 5 കിട്ടി കഴിഞ്ഞാൽ പ്രശ്നമാവും, നമ്മൾ തോക്കും. അതായത് ഇപ്പൊ 2 മെയിൻ എക്സാം ഉണ്ടല്ലോ, ഇപ്പൊ സുഷൻ പ്രൂഫിങ്ങും പിന്നെ ലാസ്റ്റ് ഒരു എക്സാം ഉണ്ടല്ലോ. അപ്പൊ സുഷൻ പ്രൂഫിങ്ങിൽ ഇപ്പൊ നമുക്ക് മാർക്ക് കുറഞ്ഞു എന്നിരിക്കാം. അപ്പൊ ഈ ക്ലാസ് ടെസ്റ്റിൽ മാർക്ക് കുറവാണെങ്കിൽ നമുക്ക് പണി കിട്ടും അല്ലേ? അങ്ങനെ പറയാൻ പറ്റില്ല. അത് ഓരോ കമ്പനി ഡിസൈഡ് ചെയ്യുന്നതനുസരിച്ചിരിക്കും. നമുക്കിപ്പോ സ്കൂളിലെ മാർക്കാണ് കുറവെന്ന് പറയുന്നത്, സ്കൂളിൽ നല്ല രീതിയിൽ മാർക്ക് കുറവാണെങ്കിൽ കമ്പനി പറയും നീ ഒരു 1 ഇയറും കൂടെ മാർക്ക് വളരെ കുറവ്, 1 ഇയറും കൂടെ നീ എക്സ്ട്രാ ചെയ്യണം എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടി വരും. നമുക്കൊരു ഓപ്ഷൻ ഒന്നും അവിടെ ഇല്ല. ഇപ്പൊ സുഷൻ പ്രൂഫിന് മാർക്കും ചില കമ്പനി പറയും കുഴപ്പമില്ല, ഫൈനൽ എക്സാമിന് മാർക്ക് മേടിച്ചാൽ മതി എന്നുള്ള രീതിയിൽ പറയും. പക്ഷെ ഈ സ്കൂളിലെ മാർക്കുകളില്ലേ, ഇത് ഫസ്റ്റ് ഇയറിൽ ഒരു സർട്ടിഫിക്കറ്റ് കിട്ടും, സെക്കൻഡ് ഇയറിൽ വേറെ സർട്ടിഫിക്കറ്റ് കിട്ടും, തേർഡ് ഇയറിൽ കിട്ടുന്ന സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഇയറും സെക്കൻഡ് ഇയറും തേർഡ് ഇയറിലും എല്ലാം പഠിച്ചുകൊണ്ട് കൂട്ടിയിട്ട് ഒരു സർട്ടിഫിക്കറ്റ് കിട്ടും. അപ്പൊ ഈ സർട്ടിഫിക്കറ്റ് എന്തിനാ നമ്മൾ ആക്ച്വലി യൂസ് ചെയ്യുന്ന പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മളിപ്പോ പഠിക്കുന്ന ലോജിസ്റ്റിക്സ് അല്ല, ഇപ്പം ഏത് ഹൗസ് ബിൽഡിംഗ് ഒരു ഹൗസ് ബിൽഡിംഗ് കിട്ടുമല്ലോ. നമുക്ക് ഈ ഹൗസ് ബിൽഡിംഗ് മാത്രമല്ല, അതിന്റെ അപ്പുറത്തോട്ടും കുറച്ചും കൂടെ നമുക്ക് ഇപ്പം ബാച്ചിലേഴ്സ് കഴിഞ്ഞാൽ നമുക്ക് മാസ്റ്റേഴ്സ് പഠിക്കാം. അതുപോലെ ഹൗസ് ബിൽഡിംഗ് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു മൈസ്റ്റർ ഹൗസ് ബിൽഡിംഗ് എന്ന് പറഞ്ഞ സംഭവം എടുക്കാം. അവിടെയാണ് നമുക്ക് ഈ സ്കൂൾ സർട്ടിഫിക്കറ്റിനോട് യൂസ് വരിക. നമുക്ക് ഇതിന് നല്ല മാർക്കുണ്ട്, നമ്മൾ നല്ല രീതിയിൽ പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മൈസ്റ്റർ ഹൗസ് ഒന്നും ചെയ്യാൻ പറ്റത്തുള്ളൂ. മാർക്ക് കുറവാണെങ്കിൽ ചെയ്യാൻ പറ്റില്ലല്ലേ? അത് ഓരോ കമ്പനി മൈസ്റ്റർ ചെയ്യണമെങ്കിൽ തന്നെ എന്തൊരു മാസം എടുക്കും? മൈസ്റ്റർ ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ 2 വർഷത്തെ ഒരു കോഴ്സ് ആയിരിക്കും, ചിലപ്പോൾ 1 വർഷത്തെ കോഴ്സ് ആയിരിക്കും. അപ്പൊ സാലറി കൂടുതൽ കിട്ടുമല്ലേ? നമ്മൾ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മൾ അതിന്റെ ഒരു മാസ്റ്റർ ആവും. അങ്ങനെ ഇപ്പൊ ബേക്കറിയിൽ വർക്ക് ചെയ്യുന്ന ഒരാൾ അവന്റെ ഹൗസ് ബിൽഡിംഗ് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ അവൻ അന്നേരം മൈസ്റ്ററും കൂടെ ചെയ്ത് കഴിയുമ്പോൾ അവന് സ്വന്തം രീതിയിൽ അവന്റെ ബിസിനസ് അവിടെ ഇടാൻ പറ്റും. അതാണ് മൈസ്റ്ററും കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അവൻ അതിന്റെ ഒരു മാസ്റ്റർ ആയിരിക്കും. അവനിപ്പോ ആരും ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരത്തില്ല. അപ്പൊ അതുപോലൊരു സംഭവം നമ്മൾ ചെയ്യണമെങ്കിൽ നമുക്ക് നേരെ പോയി ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കമ്പനി നമുക്ക് അതിനു വേണ്ടി നമ്മളത് ഓപ്റ്റ് ചെയ്യണം. അതിനുള്ള ചെലവൊക്കെ കമ്പനി ഇല്ല, മൊത്തം എടുക്കത്തില്ല. നമ്മൾ പകുതി കമ്പനി എടുക്കും, പകുതി നമ്മൾ എടുക്കണം. എന്ന രീതിയിലായിരിക്കും അത് പോവുക. അപ്പോഴും നമ്മളെ സെലക്ട് ചെയ്യണമെങ്കിൽ നമുക്ക് ലാംഗ്വേജ് ഉണ്ടാവണം. നമുക്ക് സ്കൂളിൽ ആ ഒരു നമ്മുടെ അഫ്ഗാൻ സോയിഗ്നസ് എന്ന സാധനം കിട്ടും. സ്കൂൾ തേർഡ് ഇയർ കിട്ടുന്ന സോയിഗ്നസിന്റെ പേരാണ് അഫ്ഗാൻ സോയിഗ്നസ്. ഈ തോറ്റു കഴിഞ്ഞാൽ വേറൊരു സോയിഗ്നസ് അല്ലേ? നമ്മൾ തോറ്റു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വലിയ ഫ്യൂച്ചർ ഉണ്ടാവും എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ അതിന് നമ്മൾ കമ്പനിയിൽ അത്യാവശ്യം നല്ലതാണ് എന്ന രീതിയിൽ തോന്നിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അവർ ചെയ്യുമായിരിക്കും, പറ്റുമായിരിക്കും. എല്ലാത്തിനും ഓപ്ഷൻ ഉണ്ട്. പക്ഷെ ഞാൻ ഒരു സേഫ് ആയിട്ടുള്ള രീതിയാണ് പറയണത്. സ്കൂളിൽ നമുക്കിപ്പോ ഒരു ലാസ്റ്റ് തേർഡ് ഇയർ കിട്ടുന്ന സംഭവത്തിൽ ഞാൻ പറഞ്ഞത് 4 മേലെ കിട്ടണം. 3.5 2.5 ആണെന്നും കുഴപ്പമില്ല. അപ്പൊ നമുക്ക് മൈസ്റ്റർ ഹൗസ് ബിൽഡിംഗ് എടുക്കാൻ പറ്റും. അത് കമ്പനി കൂടെ ഓപ്റ്റ് ചെയ്യണം. അതിപ്പോ സുഷൻ പ്രൂഫിംഗിൽ വരുമ്പോ എങ്ങനെയാണ് ഡിഫിക്കൽട്ടീസ് എക്സാം? ലാസ്റ്റ് ഇയർ അപേക്ഷിച്ച് നോക്കുമ്പോ പകുതി ഫസ്റ്റ് എക്സാം ആണോ പാട്, അതോ ലാസ്റ്റ് എക്സാം ആണോ? സുഷൻ പ്രൂഫ് എന്ന് പറയുമ്പോൾ ആക്ച്വലി എന്തായാലും ഈസി ആയിരിക്കും. പക്ഷെ നമ്മളിപ്പം ഒരു 1 ഇയർ കഴിഞ്ഞിട്ടായിരിക്കും സുഷൻ പ്രൂഫിങ്ങിന് നമ്മൾ അപ്രോച്ച് ചെയ്യുക. അപ്പൊ അതെന്തായാലും പാടായിരിക്കും. കാര്യം നമുക്ക് വലിയ ഐഡിയ ഒന്നും ഉണ്ടാവില്ല, ലാംഗ്വേജ് ഉണ്ടാവില്ല. എന്റെ രീതി ഞാൻ പറയാം, എനിക്ക് വലിയ ലാംഗ്വേജ് ഉണ്ടായിരുന്നില്ല, എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല, എനിക്കൊരു ഓർഡർ എഴുതില്ല. നമ്മുടെ സ്കൂളിൽ തന്നെ എക്സാം നമുക്കിപ്പം ഈ പറയുന്നത് നമുക്ക് ഓണ പരീക്ഷ എന്നറിയാം, ക്രിസ്മസ് പരീക്ഷ എന്നറിയാം, നമുക്കറിയാം എങ്ങനെ ചെയ്യണം. പക്ഷെ ഇവിടെ എന്നാ ചെയ്യേണ്ടത് എനിക്ക് അറിയത്തില്ല. അപ്പൊ അങ്ങനെ രീതി വന്നപ്പോൾ എനിക്ക് നല്ല കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. പക്ഷെ നമുക്ക് ഒരാൾ ഗൈഡ് ചെയ്യാനുണ്ടെങ്കിൽ ഓക്കെ. എനിക്ക് അന്ന് ആരെയും കിട്ടിയില്ല. അപ്പൊ കൂടെ പഠിക്കുന്ന സ്കൂളിലാണെങ്കിലും അവർ സപ്പോർട്ട് ചെയ്തു. സ്കൂളിൽ സാർമാരോട് ചോദിച്ചാൽ അവർ സപ്പോർട്ട് ചെയ്യും. സാർമാരും ടീച്ചേഴ്സും എല്ലാം നല്ല സപ്പോർട്ട് ചെയ്യും. പക്ഷെ നമുക്ക് ഈ പറയുമ്പോ നമുക്കൊരു ആ ഒരു പേടി ഉണ്ടാവുമല്ലോ. അതിന്റെ ഒരു ആൻസൈറ്റി ഉള്ള കാരണം നമ്മൾ അങ്ങനെ എന്താ ചെയ്യേണ്ടതെന്ന്. പക്ഷെ എനിക്ക് അവിടെ എനിക്ക് ഭയങ്കര കമ്പനി ആയിട്ടാണ് ഒരു ഇംഗ്ലീഷ് ടീച്ചർ ആയിരുന്നു. നമ്മൾ ഇംഗ്ലീഷിൽ ഓൾറെഡി ഓക്കെ ആയിരിക്കുമല്ലോ. അപ്പൊ ഞാൻ ഇംഗ്ലീഷിൽ ഓക്കെ ആയിരുന്നു. അപ്പൊ ആ ടീച്ചറായിട്ട് നല്ലൊരു കമ്പനിയായി. അപ്പൊ ആ ടീച്ചറാണ് കുറച്ചൊക്കെ കാര്യങ്ങൾ എനിക്ക് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ അങ്ങനെ, പക്ഷെ എന്നാലും ഫുള്ളായിട്ട് എനിക്ക് ഓക്കെ അല്ലായിരുന്നു. പക്ഷെ എന്തോ ഭാഗ്യം സുഷൻ പ്രൂഫിംഗ് എനിക്ക് പാസ്സായി. സുഷൻ പ്രൂഫിംഗ് അത്ര വലിയ പാടില്ല, ആ ഒരു പകുതി അല്ലെ ഒരു 1/4 ഭാഗം. അപ്പൊ സുഷൻ പ്രൂഫിംഗില് ഇപ്പൊ നമുക്ക് മാർക്ക് കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്കതിപ്പോ ലാസ്റ്റ് എക്സാമിൽ കുറച്ച് മാർക്ക് കൂടുതൽ വാങ്ങിച്ചു കഴിഞ്ഞാൽ അങ്ങനെ മേക്കപ്പ് ചെയ്ത് പോകാൻ പറ്റുമോ? അത് ഓരോ ഹൗസ് ബിൽഡിങ്ങിനും ഓരോ രീതിയാണ്. ഇപ്പം എന്റെ ഹൗസ് ബിൽഡിങ്ങിന് സുഷൻ പ്രൂഫിംഗ് ഒരു റോൾ ഇല്ല. പക്ഷെ ഞാൻ എക്സാം കറക്റ്റ് പാസ്സായി കഴിഞ്ഞപ്പോഴും എന്റെ RP പറഞ്ഞത് നീ കറക്റ്റ് പാസ്സായി, നല്ലതൊന്നും അല്ലാന്ന രീതിയിലാണ് പറഞ്ഞത്. ഓരോ ഹൗസ് ബിൽഡിങ്ങിനും ഓരോ രീതി. ചില ഹൗസ് ബിൽഡിങ്ങിന് അതായത്
സുഷൻ പ്രൂഫിങ്ങിന്റെ ഒരു മാർക്കും സ്കൂളിൽ നിന്ന് കിട്ടുന്ന അബ്ഗാങ് സോയിൽസ് ഇല്ലേ അതിന്റെ ഒരു മാർക്കും അബ്ഷൂസ് പ്രൂഫിങ്ങിന്റെ മാർക്കും എല്ലാം കൂടെ കൂട്ടിയിട്ടായിരിക്കും ഇത് വരിക. പക്ഷെ എനിക്കെന്ന് പറഞ്ഞാൽ എന്റെ ഹൗസ് ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ ലാസ്റ്റത്തെ അബ്ഷൂസ് പ്രൂഫിംഗ് പാസ്സായോ അത് മതിയായിരുന്നു ആക്ച്വലി. ലോജിസ്റ്റിക്സ് ഹൗസ് ബിൽഡിംഗ് ചെയ്യുമ്പോൾ നമുക്ക് ഇപ്പൊ എത്ര സ്റ്റൈഫൻഡ് കിട്ടുന്നുണ്ടാവും? അതായത് ഫസ്റ്റ് ഇയർ ഇപ്പൊ കുറവാണ്, പിന്നെ കൂടി കൂടി വരില്ലേ? ആ അതങ്ങനെയാണ്. ഫസ്റ്റ് ഇയർ നമുക്കൊരു സാലറി അതായത് ഓരോ വർഷവും കൂടിക്കൊണ്ടിരിക്കും. അതായത് ഞാൻ വന്ന സമയത്ത് എനിക്ക് തോന്നുന്നു അതൊരു 650 ആയിരുന്നു. അത് ഞാൻ സെക്കൻഡ് ഇയർ എത്തിയപ്പോഴത്തേനും ഫസ്റ്റ് ഇയർ കിട്ടുന്ന സാലറി കൂടിയായിരുന്നു, 710 സംതിങ് ആയിട്ട് അതിങ്ങനെ കൂടും. അതായത് റെന്റ് പോകും എല്ലാം പോകും. അതിൽ നിന്ന് റെന്റ് പോകണം, ടാക്സ് ഒക്കെ പോയിട്ടാണ് കിട്ടത്തുള്ളൂ. എനിക്ക് ഫസ്റ്റ് ഇയർ ആക്ച്വലി എനിക്ക് തോന്നുന്നു ഞാൻ വന്നപ്പോ ഫസ്റ്റ് ടൈമിൽ എനിക്ക് ഫസ്റ്റ് സാലറി വരുന്നത് 250 സംതിങ് ഉണ്ടായിരുന്നു. അത് പക്ഷെ ഇയർ ഗ്യാപ്പിന്റെ വ്യത്യാസം. ഇപ്പൊ 2022 അങ്ങനെയായിരുന്നു, പക്ഷെ ഇപ്പൊ അങ്ങനെയല്ലല്ലോ. ചിലപ്പോ ഇല്ല, ഇപ്പൊ കൂടി. ഇപ്പം ബേസിക് സാലറി നല്ല രീതിയിൽ കൂടി. അന്ന് ഞാൻ വന്ന സമയത്ത് വളരെ കുറവായിരുന്നു, ഇപ്പൊ നല്ല രീതിയിൽ കൂടി. പിന്നെ ഓരോ സ്ഥലവും ഓരോ കമ്പനിയും ഓരോ ഇതനുസരിച്ചിരിക്കും. നല്ല കമ്പനി കയറി നല്ല സാലറി കിട്ടും. ഇപ്പൊ നേഴ്സിംഗ് കയറുന്ന എല്ലാവർക്കും ഒരു സ്റ്റാർട്ടിംഗ് സാലറി 1100, 1200, 1300 ആയിരിക്കും പോവുക. പക്ഷെ ലോജിസ്റ്റിക്സ് അങ്ങനത്തെ കയറുമ്പോൾ 900, ചിലപ്പോൾ 800, 900, 1000 അതിലൊക്കെ സാലറി കൂടിയാലും ചില സ്ഥലത്ത് ഇപ്പൊ റെന്റ് കൂടുതലാണെങ്കിൽ ഏകദേശം സെയിം ആയിരിക്കും. അതെ അതെ അതെ. ചില സ്ഥലത്ത് റെന്റ് കുറവായിരിക്കും, ചില സ്ഥലത്ത് റെന്റ് കൂടുതലായിരിക്കും. അങ്ങനെ ഈ പൈസ കൊണ്ട് നമുക്ക് ഇവിടെ ജീവിക്കാനുള്ളത് കിട്ടുമോ? അതോ കുറച്ച് പാടാണോ? നാട്ടിലോട്ടൊക്കെ അയക്കാനും കുറച്ച് സേവിങ്സ് ഒക്കെ നമുക്ക് കിട്ടുമോ അത് ഈ ഹൗസ് ബിൽഡിംഗ് ചെയ്യുമ്പോ? ഇപ്പം ഞാൻ പറയണ ഒരു നല്ല സാലറി എന്ന് പറഞ്ഞാൽ ഒരു ടാക്സ് കഴിഞ്ഞിട്ട് നമുക്കൊരു 900 കയ്യിൽ കിട്ടുവാണെങ്കിൽ നല്ലൊരു സാലറിയാ. നമുക്കിപ്പോ റെന്റ് മാക്സിമം പോയി കഴിഞ്ഞൊരു 350, മാക്സിമം 400 പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിലും 500 കയ്യിലുണ്ട്. അപ്പൊ നമുക്ക് അത്യാവശ്യം സേവ് ചെയ്യാൻ പറ്റും, നമ്മുടെ കാര്യങ്ങളൊക്കെ നടക്കും. 900 നല്ലൊരു സാലറി, അതായത് ടാക്സ് കഴിഞ്ഞിട്ട്. ഈ ഹൗസ് ബിൽഡിംഗ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിപ്പോ എത്ര സാലറി വരെ ആവും? ഇപ്പം അതായത് ഇപ്പൊ ഫസ്റ്റ് തന്നെ ഇപ്പൊ പാസ് ഔട്ട് ആയി നേരെ ഇപ്പൊ ജോലിക്ക് കയറാന്ന് വെക്കാം. അപ്പൊ ആദ്യം തന്നെ ഇപ്പൊ എത്രയായിരിക്കും കിട്ടുക? ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ അനുസരിച്ച് നമുക്ക് എനിക്കൊന്ന് 12.90, 12.80 കൊണ്ടാണ് പെർ അവർ ബേസിക് സാലറി. പക്ഷെ ബേസിക് സാലറി ഒന്നുമല്ല ആരും പേ ചെയ്യാം, എല്ലാവരും അതിൽ മേലെ പേ ചെയ്യും. ഇപ്പം ഏതാണെങ്കിലും ഒരു 14 നമുക്ക് കിട്ടും, അല്ലെങ്കിൽ ഒരു 13 മിനിമം കിട്ടും. പിന്നെ ഓരോ സ്ഥലം മാറുന്നതനുസരിച്ച് നമുക്ക് കൂടി കിട്ടും. ഒരു മന്ത്ലി ഒരു 2000 euro കിട്ടും, 2200 മിനിമം കിട്ടും. അങ്ങനെ പിന്നെ നമുക്ക് ഷിഫ്റ്റ് ചെയ്യുന്നതനുസരിച്ച് നമുക്ക് അതിന് സുഷ്ലാഗ് എന്ന് പറയും, അത് നമുക്ക് കിട്ടും. ചുലാഗ് അത് കിട്ടും. വീക്കെൻഡ്സിൽ വർക്ക് ചെയ്യുമ്പോൾ നമുക്കത് എക്സ്ട്രാ പൈസ കിട്ടും. അങ്ങനെ പബ്ലിക് ഹോളിഡേസിൽ വർക്ക് ചെയ്ത് എക്സ്ട്രാ കിട്ടും. പബ്ലിക് ഹോളിഡേസിൽ വർക്ക് ചെയ്ത് നല്ല രീതിയിൽ കൂടുതൽ കിട്ടും. ബാക്കി ഇപ്പൊ നമ്മുടെ ഹെൽത്ത് ഇൻഷുറൻസും കാര്യങ്ങളൊക്കെ കമ്പനി അടയ്ക്കും അതോ നമ്മുടെ കിട്ടണേന്ന് പിടിക്കും? നമ്മുടെ ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ പകുതി നമ്മുടെ കമ്പനി അടയ്ക്കും. അതായത് നമ്മുടെ വർക്ക് സ്പേസിൽ നിന്ന് നമ്മുടെ ആർബൈഗേബർ പകുതി അവരുടെ ഭാഗത്ത് നിന്ന് പോകും, പകുതി നമ്മൾ അടയ്ക്കണം. അങ്ങനെ അതൊരു 7.9, 7.8 ഒക്കെ ആയിരിക്കും. എല്ലാ ഇൻഷുറൻസും അങ്ങനെ ആയിരിക്കും. ഈ ഹൗസ് ബിൽഡിംഗ് ചെയ്യുന്ന ടൈമിൽ നമുക്ക് മിനി ജോബ് ചെയ്യാൻ പറ്റും. അതിപ്പോ 500 euro ഒക്കെ നമുക്ക് മിനി ജോബ് ചെയ്ത് അതിപ്പോ ലോജിസ്റ്റിക്സ് അങ്ങനെ ചെയ്യാം. അത് കിട്ടുമൊന്നുമില്ല, നമ്മളത് സ്വന്തം കണ്ടുപിടിക്കണമെന്നേ ഉള്ളൂ. നമ്മുടെ കമ്പനി നമ്മൾ പ്രൊമോട്ട് ചെയ്തില്ല. കമ്പനി നമ്മുടെ അടുത്തൊരു കോൺട്രാക്ട് ഉണ്ട്, ആ കമ്പനി തന്നെ നമുക്ക് മിനി ജോബിന് ചോദിക്കാൻ പറ്റത്തില്ല. ആ ഒരു കമ്പനിയിൽ ആ ഒരു കോൺട്രാക്ട് നമുക്കുള്ളൂ. പക്ഷെ നമുക്ക് പുറത്ത് നമ്മുടെ വിസയിൽ അലോ ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഞാൻ വന്ന സമയത്ത് എനിക്ക് പെർ വീക്കിൽ 8 hours ആയിരുന്നു. ഇപ്പൊ അത് പെർ വീക്കിൽ 20 hours ആ ഒരു കൂടിയിട്ടുണ്ട്, സംഭവം കൂടിയിട്ടുണ്ട്. അത് അപ്പൊ എനിക്ക് പെർ അവറിൽ 10 hours ആയിരുന്നു. ഇപ്പൊ അത് എന്തായാലും കൂടിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് അതൊരു ജോബ് നമ്മൾ സ്വന്തം കണ്ടുപിടിക്കുകയാണെങ്കിൽ നമുക്കത് ചെയ്യാൻ പറ്റും. അതിപ്പോ നമ്മളിപ്പോ വർക്ക് ചെയ്യണ കമ്പനി ഇപ്പോ മിനി ജോബ് ചെയ്യണ്ട അങ്ങനെയൊക്കെ പറയാനുള്ള അവകാശം ഉണ്ടോ? ഉണ്ട്, അതുണ്ട്. അതിപ്പോ നമ്മൾ വളരെ മോശമായിട്ടാണ് നമ്മുടെ സ്കൂളും കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നെങ്കിൽ അവർ ചെയ്യേണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് പറ്റത്തില്ല. കാര്യം നമ്മുടെ മെയിൻ കോൺട്രാക്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ കമ്പനിയാണ്. അതാണ് നമ്മുടെ മെയിൻ ആയിട്ട് നമ്മുടെ അപ്ലൈ ചെയ്തിരിക്കുന്നത് അതാണ്. അപ്പൊ നമ്മൾ ഇങ്ങനെ നമുക്കൊരു ഓപ്ഷൻ മാത്രം നമ്മുടെ വിസയിൽ അലോ ചെയ്യുന്നു, എനിക്ക് ഇങ്ങനെയും കൂടെ ചെയ്യാൻ ഒരു ഓപ്ഷൻ മാത്രം അത്. അപ്പൊ നമ്മൾ ഇങ്ങനെ ഒരു ജോബിന് പോകുമ്പോൾ നമ്മുടെ കമ്പനിയോട് നമ്മൾ പറയണം നമുക്ക് ഇങ്ങനെ ഒരു കോൺട്രാക്ട് കിട്ടിയിട്ടുണ്ട് ഞങ്ങൾ ചെയ്യാൻ പൊക്കോട്ടെ എന്ന് ചോദിച്ചാൽ അവര് വേണ്ട എന്ന് പറഞ്ഞാൽ പറ്റത്തില്ല. അങ്ങനെ ഇപ്പം ഇവിടെ മിനി ജോബ് കിട്ടാൻ എങ്ങനെയാണ് പാടാണോ? അതിപ്പോ ലാംഗ്വേജ് ആവശ്യമുണ്ടോ? അതിപ്പോ ലാംഗ്വേജ് എന്തായാലും ആവശ്യമുണ്ട്. ജർമ്മനി വന്നു കഴിഞ്ഞാൽ ലാംഗ്വേജ് ആവശ്യമുണ്ട്. ആ ജോബ് ചെയ്യാനോ ഏത് ജോബ് ചെയ്യാനും ലാംഗ്വേജ് ആവശ്യമുണ്ട്. കാര്യം ഇവിടുത്തെ മദർ ടങ് ജർമ്മനാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വേറെ ഓപ്ഷൻ ഒന്നുമില്ല. ഇംഗ്ലീഷ് സംസാരിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഓപ്ഷണലാണ്. നമ്മളിപ്പോൾ മലയാളീസ് ആണ്, നമ്മളിപ്പോ തമിഴ് സംസാരിക്കുന്ന നമ്മുടെ അതൊരു ഓപ്ഷൻ അല്ലേ. അതിപ്പോ ഇവിടെ B2 ലെവലിൽ ലാംഗ്വേജ് അങ്ങനെയൊന്നും വേണ്ടല്ലോ, അത്യാവശ്യം നന്നായിട്ട് സംസാരിക്കാൻ പറ്റിയാൽ മതി. നമുക്ക് സംസാരിക്കാൻ പറ്റുന്നുണ്ട്, നമ്മൾ പറയുന്ന ഒരാൾക്ക് അത് മനസ്സിലാവുന്നുണ്ടോ അത് മതി. നമുക്ക് ഇന്ന ലെവലുണ്ടോ എന്ന് ആരും ചോദിക്കത്തില്ല. നമ്മൾ സംസാരിക്കുമ്പോൾ അവർക്ക് മനസ്സിലാവുന്നുണ്ടോ, അവർ സംസാരിക്കും നമുക്ക് മനസ്സിലാവുന്നുണ്ടോ, അത്രേ ഉള്ളൂ. മിനി ജോബ് കിട്ടുന്ന അത്ര ഈസിയുള്ള കാര്യമൊന്നുമല്ല.
ഇപ്പം ഓരോ അതിന് സിറ്റി അനുസരിച്ചിരിക്കും. പിന്നെ ഓരോ ആൾക്കാർ അതിനൊരു ഓഫർ വെക്കണം. അപ്പൊ ഒരു സാധാരണ ഇപ്പൊ കമ്പനി ആണെങ്കിൽ എങ്ങനെയായിരിക്കും, എത്ര ഹവേഴ്സ് ഒക്കെ നിങ്ങൾക്ക് വർക്ക് ചെയ്യേണ്ടി വരും? അതുപോലെ ബ്രേക്കും കാര്യങ്ങളൊക്കെ എപ്പോഴാണ്, അതൊക്കെ ഒന്ന് പറയാം. വർക്ക് എപ്പോഴും 8 മണിക്കൂറായിരിക്കും. നമുക്ക് അതിൻ്റെ ഇടയ്ക്ക് ഒരു ബ്രേക്ക് ഉണ്ടാവും. ചില കമ്പനീസ് നമുക്ക് 8 മണിക്കൂർ വർക്കും അതിന്റെ ഉള്ളിൽ തന്നെ ഒരു ഹാഫ് അവേഴ്സ് ബ്രേക്ക് ആയിരിക്കും തരിക. ചില കമ്പനീസ് 8 അവേഴ്സ് വർക്കും പ്ലസ് ഹാഫ് അവേഴ്സ് ബ്രേക്ക് ആയിരിക്കും. അപ്പൊ മൊത്തം നമ്മൾ വരുമ്പോൾ 8.5 മണിക്കൂർ വർക്ക് വരും. ചിലപ്പോൾ അത് 9 മണിക്കൂർ ആവാം. ചില കമ്പനീസ് 1 അവർ ബ്രേക്ക് ആയിരിക്കും. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഒരു അരമണിക്കൂർ കിട്ടുമോ? ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഒരു അരമണിക്കൂർ. അത് ഷിഫ്റ്റ് അനുസരിച്ച് 2 ബ്രേക്ക് എടുക്കാം. ഒരു ഷിഫ്റ്റിൽ 2 ബ്രേക്ക് എടുക്കാൻ പറ്റും. ചില കമ്പനി ഒരു ഷിഫ്റ്റിൽ ഒരു ബ്രേക്ക് എടുക്കാൻ പറ്റും. അങ്ങനെ കമ്പനി മൊത്തം 8 എങ്ങനെയായാലും 8 മണിക്കൂർ നമ്മൾ വർക്ക് എടുക്കണം. അങ്ങനെയാണ്. ഇപ്പൊ ഷൂലെ ആണെങ്കിൽ എങ്ങനെയാ ഇതുപോലെ 8 മണിക്കൂർ തന്നെയാണ്? ഷൂലെ ആകുമ്പോൾ നമ്മൾ ഓൾറെഡി അവർക്ക് നമുക്കൊരു പ്ലാൻ തന്നിട്ടുണ്ടാവും. ചിലപ്പം ചില സബ്ജക്ട്സ് അവര് ടീച്ചേഴ്സ് ക്രാങ്ക് ആണെങ്കിൽ സിക്ക് ആണെങ്കിലോ അങ്ങനെ നമുക്കത് എന്താ പറയാ, ചില സമയത്ത് ടീച്ചേഴ്സ് ആണെങ്കിൽ സിക്ക് ആണെങ്കിലോ കാര്യങ്ങൾ നമുക്ക് അവര് ചിലപ്പം ആ ഒരു അവർ നമുക്ക് കുറഞ്ഞ ബ്രേക്ക് ആയിരിക്കും. ബ്രേക്ക് ആയിട്ട് കിട്ടും. അപ്പം നമുക്ക് അത്രയും കുറഞ്ഞു കിട്ടും. സ്കൂളാണെങ്കിൽ 8 മണിക്കൂർ ആയിരിക്കും ആക്ച്വലി. അവിടെയും ബ്രേക്ക് തന്നെ എങ്ങനെ, ഓരോ സബ്ജക്ട് കഴിയുമ്പോ ബ്രേക്ക് അങ്ങനെ ഉണ്ടോ, അതോ 2-3 സബ്ജക്ട് കഴിഞ്ഞിട്ട് ഇന്റർവെൽ? അത് ഓരോ സ്കൂൾ അനുസരിച്ചിരിക്കും. ഞാൻ 2 സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്. ഫസ്റ്റ് ഉണ്ടായിരുന്ന സ്കൂളിലാണെങ്കിൽ എല്ലാ ഓരോ മണിക്കൂർ കഴിയുമ്പോൾ നമുക്ക് 20 മിനിറ്റ്സ് ബ്രേക്ക് കിട്ടുമായിരുന്നു. രണ്ടാമത് പഠിച്ച സ്കൂളിലാണെങ്കിൽ എല്ലാ ക്ലാസ് കഴിയുമ്പോൾ നമുക്ക് 10 മിനിറ്റ്സ് ബ്രേക്കും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് 20 മിനിറ്റ്സും അല്ല 20 or 30 മിനിറ്റ്സും പിന്നെ ലഞ്ച് കഴിക്കുന്ന ഒരു 12:30 ആകുമ്പോഴത്തേനും ഒരു 30 മിനിറ്റ്സ് ബ്രേക്ക് വരും. അങ്ങനെ ഒരു ഇവിടെ ഷൂലയിൽ എന്ന് പറയുന്നത് നമുക്ക് തിയറി മാത്രമാണ് പഠിക്കാനുള്ളത്, അതോ വർക്ക് പഠിപ്പിക്കാനുള്ള ഷൂലൊന്നുമില്ല? വർക്ക് കമ്പനി തന്നെയല്ലേ നിങ്ങൾ ചെയ്യണം? എന്റെ ഹൗസ് ബിൽഡിംഗ് വെച്ച് നോക്കുമ്പോൾ എനിക്ക് വർക്ക് കമ്പനിയിൽ മെക്കട്രോണിക്സിനൊക്കെ പക്ഷേ ആർബൈറ്റ് ഷൂല എന്ന് പറഞ്ഞ സെറ്റപ്പ് ഓരോ ഹൗസ് ബിൽഡിംഗ് ഓരോ രീതിയായിരിക്കും പറയുന്നത്. അപ്പൊ അവർക്ക് അവരുടെ രീതിയിൽ ഒരു കാര്യങ്ങളൊക്കെ ആയിരിക്കും നടക്കുന്നത്. ഞങ്ങൾക്ക് പറഞ്ഞാൽ തിയറി സ്കൂളിൽ നമ്മുടെ ഓരോ സബ്ജക്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതിനകത്ത് പൊളിറ്റിക്സ് ഉണ്ടാവും, അതിന് നമ്മുടെ ലോജിക്സ് സബ്ജക്ട്സ് ഉണ്ടാവും, ഇംഗ്ലീഷ് ഉണ്ടാവും, ജർമ്മൻ ഉണ്ടാവും. അങ്ങനെ അതൊക്കെ പഠിക്കും വർക്ക് സ്കൂളിലായിരിക്കും. ഇന്ന് +2 കഴിഞ്ഞ് വന്നവർക്ക് ഇവിടെ വരുമ്പോൾ എന്തൊക്കെ സബ്ജക്റ്റ് ആണ് പഠിക്കാനുള്ളത്? അതായത് ഇപ്പോ ഫിസിക്സ്, മാത്സ് അങ്ങനെയൊക്കെ തന്നെയാണ് ഇവിടുത്തെ സബ്ജക്റ്റുകൾ. ഇവിടുത്തെ ഹൗസ് ബിൽഡിംഗിന്റെ എലിജിബിലിറ്റി എന്ന് പറയുന്ന പോലെ 9th കഴിഞ്ഞിട്ടുണ്ട്. ഇവിടുത്തെ സ്കൂളിൽ 9th കഴിഞ്ഞിട്ടുണ്ട്, 10th കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെയൊക്കെയാണ് ഹൗസ് ബിൽഡിങ്ങിനൊരു ഇതെന്ന് പറയണത്. അപ്പൊ എന്റെ ഹൗസ് ബിൽഡിംഗ് ആക്ച്വലി 9th കഴിഞ്ഞാൽ എടുക്കാൻ പറ്റും. ലോജിസ്റ്റിക്സ് 9th കഴിഞ്ഞാൽ എടുക്കാൻ പറ്റും. അപ്പൊ അവിടെ സയൻസ് എടുക്കണോ കൊമേഴ്സ് എടുക്കണോ ഹ്യൂമാനിറ്റീസ് എടുക്കണോ ഒരു ഇതില്ല. നാട്ടിൽ നിന്ന് ഏത് സ്ട്രീമിൽ വന്നവർക്ക് ഇവിടെ ലോജിസ്റ്റിക്സ് എടുക്കാൻ പറ്റും. അതൊക്കെ പക്ഷേ ഇവിടുത്തെ സബ്ജക്ട് എങ്ങനെയായിരിക്കും, എന്തൊക്കെ വിഷയങ്ങളുണ്ട് പഠിക്കാൻ? സബ്ജക്ട് എന്ന് പറയുമ്പോൾ നമുക്ക് നേരെ പഠിക്കാനുള്ള ലോജിസ്റ്റിക്സിന്റെ സബ്ജക്ട്സ് തന്നെ ഉള്ളൂ. നമുക്ക് ഒരു 12 ചാപ്റ്റേഴ്സ് ഉണ്ട്. അത് ഓരോ ചാപ്റ്ററും കവർ ചെയ്യണ ലോജിസ്റ്റിക്സിന്റെ ഓരോ ഭാഗങ്ങളായിരിക്കും. ഇപ്പം ഗുഡ്സ് വരുന്നത്, ഗുഡ്സ് പോകുന്നത്, ഇപ്പൊ ഗുഡ്സ് ഒരു ട്രക്കിലോ ഷിപ്പിലോ അല്ലെങ്കിൽ ഒരു ഫ്ലൈറ്റിലോ അതിന്റെ ഓരോ പേപ്പേഴ്സും കാര്യങ്ങളും ഡോക്യുമെന്റേഷനും കാര്യങ്ങളും ഒരു ചാപ്റ്റേഴ്സിൽ, ഒരു വെയർ ഹൗസിൽ കുറെ കാര്യങ്ങളും അതിന്റെ ഡോക്യുമെന്റേഷനും ഒരു ചാപ്റ്ററിൽ, അങ്ങനെ അങ്ങനെ അങ്ങനെയൊക്കെ ഒരു 12 ചാപ്റ്റേഴ്സ് ആയിരിക്കും കിട്ടുന്നത്. ഇങ്ങനെ കുറെ അതിന്റെ കൂടെ തന്നെ നമുക്ക് ഈ സോഷ്യാലക്കുണ്ടൻ എന്ന് പറഞ്ഞ സംഭവം ഉണ്ട്. ഇവിടുത്തെ ഒരു പൊളിറ്റിക്സ് ആയിരിക്കും. അതപ്പോ നമ്മുടെ റൈറ്റ്സ് ഒക്കെ ആയിരിക്കും. നമ്മൾ ജോലിയിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് എന്ത് റൈറ്റ്സ് ഉണ്ട്, ജോലിന്ന് പിരിച്ചുവിട്ട് എന്ത് റൈറ്റ്സ് ഉണ്ട്. ഈ മാത്സ് എന്ന് പറഞ്ഞ സെപ്പറേറ്റ് സബ്ജക്ട് ഇല്ല. ഇംഗ്ലീഷ് അങ്ങനെ സെപ്പറേറ്റ്. ഇംഗ്ലീഷ് എന്തായാലും പഠിപ്പിക്കണ്ടാവുമല്ലോ. ഇംഗ്ലീഷ് ഒരു സബ്ജക്ട് ആയിട്ടുണ്ട്. ചില സ്കൂളിൽ ഇംഗ്ലീഷ് ടീച്ചർ ഇല്ലെങ്കിൽ ഇംഗ്ലീഷ് എടുക്കത്തില്ല, അത്രേ ഉള്ളൂ. ഇപ്പൊ ജർമ്മൻ ഒരു സബ്ജക്ട് ആയിട്ടുണ്ട്. ചില സ്കൂളിൽ ജർമ്മൻ ടീച്ചേഴ്സ് ഉണ്ടാവത്തില്ല, അപ്പൊ ജർമ്മൻ സബ്ജക്ട് എടുക്കത്തില്ല. ഒന്നും ഇമ്പോർട്ടന്റ് കാര്യമല്ല. പക്ഷെ നമ്മുടെ ലോജിക്സ് നമുക്കൊരു ബുക്ക് കിട്ടും, ഒരു വെസ്റ്റർമാൻ എന്ന് പറഞ്ഞൊരു ബുക്ക് കിട്ടും. അതിന്റെ ആ ഒരു 12 നമ്മൾ എന്തായാലും പഠിച്ചിരിക്കണം. പിന്നെ സോഷ്യൽ അക്കൗണ്ട് എന്തായാലും ഉണ്ടാവും. അത് രണ്ടും നമുക്ക് മറ്റേ അബ്സൊല്യൂട്ട് പ്രൂഫ് ഫൈനൽ എക്സാമിന് സോഷ്യൽ അക്കൗണ്ടിന് ഇപ്പൊ പൊട്ടിക്കഴിഞ്ഞാൽ പണിയാണ് അല്ലേ? ഒരു സെപ്പറേറ്റ് എക്സാം തന്നെയാണ്. അതിൽ ഈ നേരത്തെ പറഞ്ഞ 6 കിട്ടി കഴിഞ്ഞാൽ തോറ്റ്. അതുപോലെ ഇപ്പൊ ഇംഗ്ലീഷ് ആണെങ്കിലും ജർമ്മൻ ആണെങ്കിലും അതിന് മാർക്ക് കുറഞ്ഞ പ്രശ്നമുണ്ടോ? അത് അത്ര വലിയ പ്രശ്നമുള്ള കാര്യമൊന്നുമല്ല. പക്ഷെ പാസ് ആവണം. പക്ഷെ അതൊരു എക്സ്ട്രാ എക്സാം അല്ല. കോറായിട്ടുള്ള സബ്ജക്റ്റിന് നല്ല മാർക്ക് ഉണ്ടെങ്കിൽ ഇതൊന്നും അങ്ങനെ പ്രശ്നമില്ല. എല്ലാത്തിനും കൂടെ നല്ലൊരു മാർക്ക് മേടിച്ചാൽ മതി. ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഇപ്പൊ നമുക്കൊരു 10 സബ്ജക്ട്സ് ഉണ്ട്, 8 സബ്ജക്ട്സ് നമുക്ക് 1 കിട്ടി, അപ്പൊ തന്നെ നമ്മൾ പാസ്സായി. പിന്നെ ബാക്കി 2 തോറ്റാലും എല്ലാത്തിന്റെ ഒരു എന്താ പറയാ ഒരു ദൂഷണിറ്റ്, അതായത് എന്താ പറയാ ഇപ്പൊ ഒരു ഡിവിഷൻ ആയിട്ട് എടുക്കുക, എല്ലാം ഒരു കൺവേർട്ട് ചെയ്തൊരു സംഭവമായിട്ട് എടുക്കുക. അപ്പൊ നമുക്കൊരു പെർസെന്റേജ് കിട്ടിയാൽ മതി. വെയിറ്റേജ് എടുക്കുക, വെയിറ്റേജ് പാസ്സായി. ഇപ്പൊ ഡാറിന് ഇവിടെ ഹൗസ് ബിൽഡിംഗ് കഴിഞ്ഞു, ലോജിസ്റ്റിക്സ് കഴിഞ്ഞല്ലോ. അപ്പൊ ഇനിയിപ്പോ എന്താണ്, നേരെ ജോലിക്ക് കയറാണോ അതോ വൈറ്റർ ബിൽഡിംഗ് നോക്കുന്നുണ്ടോ? അല്ല, നമുക്കങ്ങനെ വൈറ്റർ ബിൽഡിംഗ് ഡയറക്റ്റ് നോക്കാൻ പറ്റത്തില്ല. അതിപ്പോ നമ്മൾ ജോലി ചെയ്യുന്ന ഒരു കമ്പനിയിൽ വൈറ്റർ ബിൽഡിംഗ് എന്ന് പറഞ്ഞൊരു ഹയർ പൊസിഷൻ ആയിരിക്കും എപ്പോഴും. അപ്പം അതിനൊരു പൊസിഷൻ ഉണ്ടെങ്കിൽ കമ്പനി നമ്മുടെ അടുത്തോട്ട് അപ്രോച്ച് ചെയ്യും, ഇങ്ങനെ ചെയ്യാൻ താല്പര്യം ഉണ്ടോ,
ഞങ്ങൾ സപ്പോർട്ട് ചെയ്യാം എന്നുള്ള രീതിയിൽ പറയാൻ നമ്മൾ ഓക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ചെയ്യാൻ പറ്റും. നമുക്ക് നേരെ ഹൗസ് ബിൽഡിംഗ് കഴിഞ്ഞ് ഞങ്ങൾക്ക് വൈറ്റർ ബിൽഡിംഗ് ചെയ്യണം എന്ന് പറഞ്ഞാൽ എല്ലാ കമ്പനിക്കും ഒരു ഓപ്ഷൻ ഉണ്ടാവത്തില്ല. അപ്പൊ ഇതിപ്പോ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കമ്പനി തന്നെ നമുക്ക് വർക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടോ? അതിപ്പോ ചില ഇപ്പൊ നമ്മുടെ അടുത്ത് വേറെ കമ്പനിയിലോട്ട് മാറാൻ അങ്ങനെയൊക്കെ അവർ പറയാൻ ചാൻസ് ഉണ്ടോ? എല്ലാത്തിനും ചാൻസ് ഉണ്ട്. ചില കമ്പനീസിൽ നമുക്ക് കോൺട്രാക്ട് കിട്ടുന്ന നമ്മുടെ കോഴ്സ് കഴിയാൻ മാത്രമേ നമുക്ക് കോൺട്രാക്ട് കിട്ടത്തുള്ളൂ. ജോബ് കോൺട്രാക്ട് അവർ ഒരിക്കലും തരുന്നില്ല. പിന്നെ അവര് നമ്മളെ അവിടെ സെലക്ട് ചെയ്യുന്നതിന്റെ ഒരു മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ അവിടെ തന്നെ വർക്ക് ചെയ്യാന്നുള്ള രീതിയിലാണ്. പക്ഷെ നമ്മൾ നല്ല രീതിയിൽ അവിടെ പെർഫോം ചെയ്തില്ലെങ്കിൽ നമ്മളവിടെ മോശമാണെന്നുണ്ടെങ്കിൽ അവർക്ക് എടുക്കാണ്ടും ഇരിക്കാം. നമ്മുടെ കോൺട്രാക്ട് നമുക്കൊരു തിയറി എക്സാം ഉണ്ട്, പ്രാക്ടിക്കൽ എക്സാം ഉണ്ട്. നമ്മുടെ പ്രാക്ടിക്കൽ എക്സാം ആയിരിക്കും ലാസ്റ്റ് വരുന്നത്. ആ എക്സാം എന്ന് കഴിയുന്നോ അന്ന് നമ്മുടെ കോൺട്രാക്ട് അവിടെ തീർന്നു. അന്ന് നമ്മൾ എക്സാം പാസ്സായി. പിന്നെ നമുക്ക് ആ കമ്പനി തന്നെ ആണെങ്കിൽ അവര് നമുക്ക് വേറെ കോൺട്രാക്ട് സൈൻ ചെയ്യും. ആ കമ്പനി നമുക്ക് കോൺട്രാക്ട് തരണം. പക്ഷെ സാധാരണ ഇത് കിട്ടും. പക്ഷെ അവർ തരണ്ട എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അവിടെ വേറെ ലീഗൽ ആയിട്ടുള്ള ഇഷ്യൂസ് ഒന്നുമില്ല. അവർ തരണ്ടെന്ന് വെച്ചാൽ തരുന്നില്ല. ഇപ്പോഴത്തെ ഒരു ഇത് വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഹൗസ് ബിൽഡിംഗ് കഴിഞ്ഞ് പെട്ടെന്ന് ജോലി കിട്ടുമോ? അതോ ഹൗസ് ബിൽഡിംഗ് ഇപ്പൊ മാസ്റ്റേഴ്സ് കഴിഞ്ഞ് ജോലി കിട്ടാണ്ട് കുറെ പേര് നടക്കുന്നുണ്ട്. ഇപ്പൊ കുറെ ടൈം എടുക്കണമെന്നൊക്കെ പറഞ്ഞു. ഹൗസ് ബിൽഡിങ്ങിന് അതിന്റെ ഇഷ്യൂ ഉണ്ടോ? അതായത് ഇപ്പൊ കഴിഞ്ഞ് കുറെ വെയിറ്റ് ചെയ്ത് നിൽക്കേണ്ടി വരും, അങ്ങനത്തെ സീൻ ഉണ്ടോ? അത് ഇപ്പൊ ഇനി കൂടും, എന്തായാലും കൂടും. ആക്ച്വലി പറയാൻ പറ്റത്തില്ല. കാര്യം ഇപ്പൊ ആക്ച്വലി ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്. അപ്പൊ കുറെ ഹൗസ് ബിൽഡിംഗ് ഒക്കെ ആണല്ലോ അൺസ്കിൽഡ് ലേബേഴ്സിനെ വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. ഇപ്പൊ ലോജിസ്റ്റിക്സിന് നമ്മൾ പഠിക്കണം എന്നുള്ള നിർബന്ധമൊന്നുമില്ല. നമ്മൾ 2 മാസം ഒരു കമ്പനി നമുക്ക് ഫുള്ള് മനസ്സിലാവും. അതിന് നമ്മൾ 3 വർഷം പഠിക്കണം നിർബന്ധമൊന്നുമില്ല. അപ്പൊ ഇപ്പൊ ഞാൻ വർക്ക് ചെയ്യുന്ന കമ്പനി തന്നെയാണെങ്കിലും കുറെ പേര് ഹൗസ് ബിൽഡിംഗ് ഇല്ലാത്തവർ തന്നെയാണ്. അപ്പൊ അവര് കമ്പനി നിന്ന് ജോലി ചെയ്ത് അങ്ങനെ ചെയ്യുന്നവരൊക്കെ തന്നെ ജർമ്മൻകാരാണെങ്കിലും ഇപ്പം യൂറോപ്യൻ യൂണിയനിലുള്ളവരാണ് അങ്ങനെ ചെയ്യുന്നവരൊക്കെ ഉണ്ട്. അപ്പൊ അതിന് ഹൗസ് ബിൽഡിംഗ് വേണം എന്ന് നിർബന്ധമൊന്നുമില്ല. വർക്ക് എക്സ്പീരിയൻസ് ആണ് ഇവിടെ കൂടുതലും വാല്യൂ ഉള്ളതല്ലേ. അതിപ്പോ നമുക്ക് ഡിഗ്രി ഇപ്പൊ അതുണ്ട് ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇവിടുത്തെ എല്ലാം അറിയാമെങ്കിൽ അവർക്കായിരിക്കും കൂടുതൽ ഇമ്പോർട്ടൻസ്. ചില വർക്കുകൾ എല്ലാനും അല്ല. ഇപ്പൊ ലോജിസ്റ്റിക്സ് സാറിന്റെ പ്ലാൻ ഇതുവരെ പറഞ്ഞില്ലേ, എങ്ങനെയാണ് വർക്ക് ചെയ്യാണോ അതോ നേരെ കയറാൻ ജോലിക്ക്? ഇല്ല, ഞാൻ ജോലിക്ക് കയറാൻ വേണ്ടി തന്നെയാണ്. ജോലിക്ക് കയറാം. പിന്നെ ഈ പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. നമുക്ക് ഡിഗ്രി പഠിക്കാനും മാസ്റ്റേഴ്സ് ചെയ്യാനും ഒക്കെ ഓപ്ഷൻ ഉണ്ട്. ഇപ്പൊ നമുക്ക് ഈ പറഞ്ഞ പോലെ മൈസ്റ്റർ ബിൽഡിംഗ് ചെയ്യാൻ ഓപ്ഷൻ ചില കമ്പനിയിൽ ഓക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നല്ല സ്കിൽ ഉണ്ടെങ്കിൽ അവർ നമുക്ക് അങ്ങനെ ചെയ്യാൻ വർക്കിന് കയറിയിട്ട് പിന്നീട് പഠിക്കാനുള്ള ഓപ്ഷൻ ഒക്കെ ഉണ്ടെങ്കിൽ നോക്കും അല്ലെ. ചിലപ്പോൾ ഡിഗ്രിക്ക് വേറെ സ്ട്രീം മാറി നോക്കും. സാഹചര്യം പോലെ ഇപ്പം എല്ലാ ഹൗസ് ബിൽഡിങ്ങിനും ഒത്തിരി പേയ്മെന്റ് കിട്ടുന്ന നിർബന്ധമൊന്നുമില്ല. നമ്മുടെ സാഹചര്യം അനുസരിച്ച് നമ്മുടെ ഓപ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിവിടെ പൈസ ഉണ്ടാക്കാൻ വന്നതാണ്. സ്ട്രീം മാറി കയറണമെങ്കിൽ അങ്ങനെ ചെയ്യുക. എങ്ങനെയാണോ നമുക്ക് നല്ലൊരു ഓപ്ഷൻ ഉള്ളൂ അത് ചെയ്യുക. നമ്മൾ അത്രേ ഉള്ളൂ. എന്റെയും ഐഡിയ അത്രയൊക്കെ തന്നെ ഉള്ളൂ. ചിലപ്പോൾ പഠിക്കാൻ പറ്റുമെങ്കിൽ പഠിക്കും. ഇപ്പൊ നല്ലൊരു ചിലപ്പോൾ ലോജിസ്റ്റിക്സിനും പല കമ്പനീസും പല പേയ്മെന്റാ. ചില നല്ല നല്ല കമ്പനീസ് ഒക്കെ ഉണ്ട് ഇവിടെ, നല്ല പേയ്മെന്റ് ചെയ്യും. അപ്പൊ അങ്ങനെ നല്ലൊരു പേയ്മെന്റ് കിട്ടുവാണെങ്കിൽ എനിക്കത് മതി. വേറെ എക്സ്ട്രാ നോക്കേണ്ട കാര്യമൊന്നുമില്ല. നാട്ടിൽ നിന്ന് ഇപ്പൊ +2 കഴിഞ്ഞിട്ട് ഡിഗ്രി കഴിഞ്ഞവരൊക്കെ ഹൗസ് ബിൽഡിംഗ് എടുത്ത് വരുന്നുണ്ട്. അപ്പൊ അവര് മാസ്റ്റേഴ്സ് ചെയ്യണോ ഹൗസ് ബിൽഡിംഗ് ചെയ്യണോ എന്നുള്ളൊരു ഡൗട്ട് ഒക്കെ ഉണ്ട്. അപ്പൊ അവരോട് എന്തെങ്കിലും പറയാനുണ്ടോ? നാട്ടിൽ ഡിഗ്രി കഴിഞ്ഞവർ എപ്പോഴും മാസ്റ്റേഴ്സ് എടുക്കണം നല്ലത്. കാര്യം ബാച്ചിലേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹൗസ് ബിൽഡിങ്ങിനേക്കാളും കൂടിയൊരു സംഭവമാണ്. അപ്പം ബാച്ചിലേഴ്സ് കഴിഞ്ഞ ഹൗസ് ബിൽഡിംഗ് എന്ന് പറയുമ്പോൾ അതൊരു ഡിഗ്രിയാണ്. കാര്യം എപ്പോഴും അവർക്ക് അടുത്ത ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ മാസ്റ്റേഴ്സ്. അത് എപ്പോഴും മാസ്റ്റേഴ്സ് ചെയ്യുന്നതാണ് നല്ലത്. കാര്യം ഒരിക്കലും ഹൗസ് ബിൽഡിംഗ് എടുക്കേണ്ട കാര്യമൊന്നുമില്ല. അവിടെ മാസ്റ്റേഴ്സ് എടുത്ത് കഴിഞ്ഞിട്ട് സാലറി സ്കെയിലും വ്യത്യാസമുണ്ട്. അങ്ങനെ ഒരുപാട് അവർക്ക് നല്ലൊരു ഓപ്ഷൻ ഉണ്ട് അവിടെ. പക്ഷെ ഇപ്പൊ മാസ്റ്റേഴ്സ് എടുത്തിട്ട് ഇപ്പോ ഇവിടെ ജോലി സാധ്യത കുറവാണെന്നൊക്കെ പറഞ്ഞ് കുറച്ച് വീഡിയോസ് കാണാറുണ്ട്. അപ്പൊ അവർക്കിപ്പോ ഹൗസ് ബിൽഡിംഗ് കുറച്ചുകൂടി സേഫ് ആയിട്ടുള്ള ഓപ്ഷൻ ആയിരിക്കും. അതായത് ഇവിടെ നിൽക്കാനും പിന്നീട് ഇപ്പോ ഹൗസ് ബിൽഡിംഗ് കഴിഞ്ഞാലും നമുക്ക് മാസ്റ്റേഴ്സ് ഒക്കെ നോക്കാമല്ലോ. അങ്ങനെ നോക്കുമ്പോൾ ഹൗസ് ബിൽഡിംഗ് ഒരു ഗുഡ് ഓപ്ഷൻ ആണോ? ഹൗസ് ബിൽഡിംഗ് ആക്ച്വലി ഒരു ഗുഡ് ഓപ്ഷൻ ആണ്, സേഫ് ആണ്. നമ്മൾ നല്ല രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെയാണ്. പക്ഷെ ഈ പറഞ്ഞ പോലെ ഹൗസ് ബിൽഡിംഗ് നല്ല രീതിയിൽ ചെയ്യണം. മാസ്റ്റേഴ്സ് നല്ല രീതിയിൽ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ കൊണ്ടുപോകാണ്ടിരിക്കത്തൊന്നുമില്ല. വെറുതെ ഹൗസ് ബിൽഡിംഗ് എടുത്ത് കയറി വന്നിട്ട് എന്തെങ്കിലും ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നടക്കില്ല. വെറുതെ ഹൗസ് ബിൽഡിംഗ് ചെയ്തിട്ടും കാര്യമൊന്നുമില്ല. ഇപ്പൊ ലാംഗ്വേജ് ഇല്ല, പണി എന്നാ ചെയ്യണമെന്ന് അറിയത്തില്ല, കമ്പനിക്ക് ഇൻട്രസ്റ്റ് പോകും. അതായത് ഇപ്പൊ ഡിഗ്രി ഇപ്പൊ വേറെ ഫീൽഡ് പഠിച്ചിട്ട് ഇപ്പൊ ലോജിസ്റ്റിക്സ് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ എളുപ്പമാണെന്ന് വിചാരിച്ച് ചാടി കയറി വന്നു കഴിഞ്ഞാൽ പണി പാടും. ഇല്ല, അങ്ങനെയൊന്നുമില്ല. ഏതാണോ ചെയ്യുന്നത് വൃത്തിക്ക് ചെയ്യുക. ഇവർക്ക് ഒരു സ്കിൽഡ് ലേബറിനെയാണ് വേണ്ടത്. അത് മാസ്റ്റേഴ്സ് ആണെങ്കിലും ഹൗസ് ബിൽഡിംഗ് ആണെങ്കിലും എന്താണെങ്കിലും നമുക്കൊരു സ്കില്ലുണ്ട്. നമ്മളൊരു പ്രൈവറ്റ് കമ്പനിക്കോ അല്ലെങ്കിൽ ഒരു പബ്ലിക് കമ്പനിക്കോ എന്തിനൊക്കെ ആയിരിക്കും നമ്മൾ ജോലി ചെയ്യുക. അവർക്ക് നമ്മുടേതായ രീതിയിൽ നമ്മളെല്ലാം കൊടുക്കണം. ഇന്നാള് എനിക്കൊരു മെസ്സേജ് അയച്ചതാ. പുള്ളിക്കാരത്തി ദുബായിൽ വർക്ക് ചെയ്യുക. അവിടെ 2 വർഷം എന്തോ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഇവിടേക്ക് ലോജിസ്റ്റിക്സ് ഹൗസ് ബിൽഡിംഗ് എടുക്കണം എന്നാണ് പുള്ളിക്കാരത്തി പറഞ്ഞത്. അല്ല, ആള് എന്താ കോഴ്സ് കൊമേഴ്സ് ബികോം എന്തോ ആണെന്ന് തോന്നുന്നു. അല്ല, അവിടെ ദുബൈയിൽ എന്ത് ചെയ്യുന്നത്? അവിടെ എന്തോ അക്കൗണ്ടന്റോ അങ്ങനെ എന്തോ സെറ്റപ്പ് ആണ് പുള്ളിക്കാരത്തി. അപ്പൊ ഇവിടെ ലോജിസ്റ്റിക്സ് എടുത്ത് ഇങ്ങോട്ടേക്ക് വരാനൊക്കെ പ്ലാൻ ഉണ്ട്, എങ്ങനെയുണ്ടെന്നൊക്കെ ചോദിച്ചിരുന്നു. അപ്പൊ അങ്ങനെ ഇപ്പൊ വർക്ക് ചെയ്യണവർക്ക് ഇപ്പൊ ഹൗസ് ബിൽഡിംഗ് എടുത്ത് വന്നു കഴിഞ്ഞാൽ അവർക്ക് എന്തെങ്കിലും ഡിഫിക്കൽട്ടീസ് ഉണ്ടാവും? ഇല്ല. ഇപ്പൊ ഞാൻ പറഞ്ഞെങ്കിൽ എനിക്കറിയാവുന്ന ഒരാളുണ്ട്. ഇപ്പൊ നാട്ടില് മാസ്റ്റേഴ്സും കഴിഞ്ഞിട്ട് ജർമ്മനി വരാം എന്നുള്ള ഒരു ജർമ്മനി വന്നു കഴിഞ്ഞാൽ ജോലി കിട്ടുമല്ലോ, ആ ഒരു ഐഡിയ വെച്ചുകൊണ്ട് ഇവിടെ നിന്ന് വീണ്ടും മാസ്റ്റേഴ്സ് പഠിച്ച ആൾക്കാരെ എനിക്കറിയാം.
അപ്പോൾ അവർ നല്ല ജോലി കയറിയവരുണ്ട്. അവർക്കൊന്ന് പേയ്മെന്റ് എന്ന് പറയുമ്പോൾ മാസ്റ്റേഴ്സിന് ഒരു പേയ്മെന്റ് ആണ്, ബാച്ചിലേഴ്സ് കഴിഞ്ഞവർക്ക് ഒരു പേയ്മെന്റ് ആണ്, ഹൗസ് ബിൽഡിംഗ് കഴിഞ്ഞവർക്കൊരു, എല്ലാവർക്കും ഓരോ സ്കെയിലുണ്ട്. അപ്പോൾ മാസ്റ്റേഴ്സിനായിരിക്കും എപ്പോഴും സാലറി കൂടുതൽ കിട്ടുക. അപ്പോൾ നമ്മളത് നല്ല രീതിയിൽ ചെയ്ത് നമുക്കൊരു സ്കില്ലുണ്ട്, നമുക്കൊരു ഐഡിയ വേണം. ഒരു രാജ്യത്തോട്ട് വരുമ്പോൾ നമ്മളവിടെ എന്താ പഠിക്കേണ്ടത്, ഏതിനും ഓപ്പർച്യൂണിറ്റി ഉള്ളത്, നമ്മൾ ഏത് രീതി ചെയ്യണം, നമ്മളൊരു ഐഡിയ വെക്കണം. അല്ലാണ്ട് നമ്മൾ ചുമ്മാ പഠിച്ചിട്ട് കാര്യമില്ല, അത് എവിടെയാണെങ്കിലും കാര്യമില്ല. ചുമ്മാ പഠിച്ച ആരും ജോലി എടുത്തില്ല. പക്ഷെ ഇവിടെ ഇപ്പൊ ഇംഗ്ലീഷ് ഉള്ള കോഴ്സാണ് എടുത്തെങ്കിലും നമ്മൾ പിന്നീട് സർവൈവ് ചെയ്യാൻ വേണ്ടി ലാംഗ്വേജ് എന്തായാലും ആവശ്യം ഉണ്ടാവുമല്ലോ. അതെന്തായാലും പഠിക്കണം. അപ്പൊ ഈ ഹൗസ് ബിൽഡിംഗ് എടുക്കുമ്പോൾ നമുക്ക് ലാംഗ്വേജ് ബെറ്റർ ആക്കാം. അതുപോലെ തന്നെ ഇപ്പൊ ഇവിടെ എന്താണ് സെറ്റപ്പ്, ഇവരുടെ ഒരു കൾച്ചറും അതെല്ലാം നമുക്ക് മനസ്സിലാവുമല്ലോ. പക്ഷെ മാസ്റ്റേഴ്സ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഓപ്ഷൻ കുറവല്ലേ, അത് എങ്ങനെയാണ്? മാസ്റ്റേഴ്സ് ഇപ്പം അത് ചെയ്യുന്ന കോഴ്സ് അനുസരിച്ചിരിക്കും. ഇപ്പൊ IT ആണ് നമ്മളൊരു മാസ്റ്റേഴ്സ് അല്ലെങ്കിൽ ബാച്ചിലേഴ്സ് നമ്മൾ IT ആണ് എടുക്കുന്നത്, അവിടെ നമുക്ക് ലാംഗ്വേജിന്റെ ആവശ്യമില്ല. അത് നല്ല രീതിയിൽ ജോലിക്ക്, നല്ല സാലറി ജോലിക്ക് ചെയ്തവരെ എനിക്കറിയാം, ഇംഗ്ലീഷിൽ മാത്രം നിൽക്കുന്നവർ. പക്ഷെ എല്ലാ ബാച്ചിലേഴ്സും എല്ലാ മാസ്റ്റേഴ്സും നമുക്ക് ഒരു ഇംഗ്ലീഷിൽ പോകത്തില്ല. കാര്യം അത് കൂടുതലും ഓപ്ഷൻസ് വെക്കുന്നത് ഒരു പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി ആയിരിക്കും. പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിന്റെ ഉദ്ദേശം എന്ന് പറയുന്നതിന് സ്റ്റുഡൻസിനെ അവിടെ കൊണ്ടുവരിക, മറ്റേ അവരുടെ കയ്യിൽ നിന്ന് ഫീസ് മേടിക്കുക, പഠിപ്പിക്കുക. അവർക്ക് ജോലി കിട്ടുമോ കിട്ടാണ്ടിരിക്കുക അവിടെ കൺസേൺ ഒന്നും അല്ല. അപ്പൊ നമ്മുടെ ഭാഗം നമ്മൾ ക്ലിയർ ചെയ്യുന്നത് നമ്മുടെ രാജ്യത്ത് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബെസ്റ്റ് കൊടുക്കാൻ പറ്റണം. അപ്പൊ ഇവിടെ എന്ന് പറഞ്ഞാൽ ബെസ്റ്റ് കൊടുക്കാൻ പറ്റുന്ന പറഞ്ഞാൽ നല്ല മാർക്ക് മേടിക്കുക, നല്ല ലാംഗ്വേജ് കൊടുക്കുക. നമ്മളിപ്പോ ഒരു ജോലിക്ക് പോവുക, നമ്മളൊരു കമ്പനിയിൽ ഒരു ജോലിക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ആ കമ്പനിക്ക് നമ്മുടെ മേലൊരു വിശ്വാസം വരണ്ടേ. ഓക്കെ, ഇവന് ലാംഗ്വേജ് ഉണ്ട്, ഇവന് മാർക്കുണ്ട്, ഇവന് ജോലിക്കെടുത്ത് ഇവൻ ചെയ്ത് പൊക്കോളും. ഇപ്പൊ ആ കമ്പനി ഒരു ഇന്റർനാഷണൽ കമ്പനി, ജർമ്മനി മാത്രം ബേസ് ചെയ്തൊരു കമ്പനിയുടെ ലാംഗ്വേജ് ഇല്ലെങ്കിൽ എങ്ങനെ നമ്മൾ ജോലി ചെയ്യും? അതാണ് ഒരു സംഭവം വരും. അതാണ് മാസ്റ്റേഴ്സുകാർക്ക് മെയിൻ ആയിട്ട് പറ്റുന്നത്. ഇവിടെ ഒരുപാട് പൈസ കൊടുത്ത് ഹൗസ് ബിൽഡിംഗ്, ഇപ്പൊ ഏജൻസിക്കൊക്കെ കുറെ ലക്ഷങ്ങൾ കൊടുത്ത് ഹൗസ് ബിൽഡിങ്ങിന് കയറി തന്നവരുണ്ട്. അപ്പൊ അത് എത്രത്തോളം നല്ലതാണ്? അതിപ്പോ സെൽഫായിട്ട് അപ്ലൈ ചെയ്ത് തന്നെയാണോ അതോ ഏജൻസി വഴി തന്നെയാണോ നല്ലത്? സെൽഫായിട്ട് അപ്ലൈ ചെയ്ത് വരിക എന്ന് പറഞ്ഞാൽ നേഴ്സിംഗ് ഒക്കെ ആരൊക്കെ കയറി വന്നതായിട്ട് എനിക്ക് അറിയാൻ പറ്റും. അല്ലാത്തൊരു ഹൗസ് ബിൽഡിങ്ങിനെ കയറുന്നത് എനിക്ക് അറിയത്തില്ല. സ്ട്രീം പ്രോപ്പർ ആയിട്ട് ഒരു ഗൈഡിങ് ഇല്ലെങ്കിൽ കുറച്ച് പാടാണ് ചെയ്യാനായിട്ട്. പാടായിരിക്കും, ചിലപ്പോൾ മിക്കപ്പോഴും റിജക്ഷൻ വരാനും ചാൻസ്. ബട്ട് കിട്ടുമോന്ന് എനിക്ക് അറിയത്തില്ല. ഞാൻ അങ്ങനെ ആരും ട്രൈ ചെയ്ത് സക്സസ് ആയാലും എനിക്ക് അറിയത്തില്ല. പക്ഷെ മെക്കട്രോണിക്സ് ഒക്കെ കുറച്ച് പേര് തന്നെ അപ്ലൈ ചെയ്ത് തന്നെയുണ്ട്. പക്ഷെ 100 ആപ്ലിക്കേഷൻ അയച്ചിട്ട് 2-3 റിപ്ലൈ വന്നു, അങ്ങനെയാണ് അവന്മാര് വന്നത്. അതാണ് പ്രശ്നം. നമ്മൾ എത്ര നാളെന്ന് പറയാൻ പറ്റില്ല, ഏതെങ്കിലും ഒരു കമ്പനി അക്സെപ്റ്റ് ചെയ്യുമായിരിക്കും. നമ്മളിപ്പോ എല്ലാ ആൾക്കാരും ഒരു ഇതിൽ ചിന്തിക്കും. ചിലവര് ഓക്കെ നമുക്ക് നോക്കാന്നില്ല, ചിലപ്പോൾ അവർ നമ്മളിൽ ഇംപ്രസ് ആവും. ഓക്കെ ഇവനോ കൊള്ളാലോ എന്ന രീതിയിൽ നമ്മൾ പ്രതീക്ഷിച്ചിരിക്കാനും പറ്റത്തില്ല. ഞാൻ അതുകൊണ്ടാണ് ഏജന്റ് ത്രൂ ഇപ്പോഴും അപ്ലൈ ചെയ്ത്. അങ്ങനെ നമുക്കിപ്പോ ഒരു പൈസ കൊടുക്കുവാണെങ്കിലും നമ്മളൊരു വൺ ടൈം പേയ്മെന്റ് അല്ലേ ഉള്ളൂ. നമുക്ക് എല്ലാ മാസം ഹൗസ് ബിൽഡിംഗ് പേയ്മെന്റ് ചെയ്യണ്ട. നമുക്കിപ്പോ അതൊരു 2 വർഷം കഴിയുമ്പോൾ അത് മീറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ എന്തായാലും ഇവിടെ ഒരു 2 വർഷം കഴിഞ്ഞ് തിരിച്ചു പോകാൻ, കോഴ്സ് കഴിഞ്ഞ് തിരിച്ചു പോകുന്നില്ല, നമ്മൾ ജോലിക്ക് കയറും, അതൊക്കെ മീറ്റ് ചെയ്യാൻ പറ്റും. അപ്പം ലോജിസ്റ്റിക്സ് ഹൗസ് ബിൽഡിംഗ് എടുക്കാൻ നിൽക്കണ ആൾക്കാരോട് ഡാറിന് എന്തെങ്കിലും പറഞ്ഞു കൊടുക്കാണ്ടോ? അതായത് ഇത് ഇത്രയും പന്നൊക്കെ മുമ്പ് ഇതൊക്കെ ഇരുന്ന് അറിഞ്ഞിരുന്നു കഴിഞ്ഞാൽ നന്നായിരുന്നു എന്ന് തോന്നുന്ന എന്തെങ്കിലും? ലോജിസ്റ്റിക്സ് ഹൗസ് ബിൽഡിംഗ് എന്ന് പറയുമ്പം ഏറ്റവും കൂടുതൽ കമ്മ്യൂണിക്കേഷൻ വരിക. അപ്പൊ നമുക്ക് നല്ല രീതിയിൽ ലാംഗ്വേജ് വേണം. അതായത് നല്ല രീതിയിൽ ലാംഗ്വേജ് വേണം. അത് ലാംഗ്വേജ് ഇല്ലെങ്കിൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതിപ്പം ഈ ഹൗസ് ബിൽഡിംഗ് അല്ലേ, ഏത് ഹൗസ് ബിൽഡിംഗ് ആണെങ്കിലും ഹൗസ് ബിൽഡിംഗ് ഒരിക്കലും ഇംഗ്ലീഷിൽ ഉണ്ടാവില്ല, എല്ലാം ജർമ്മനിലായിരിക്കും. ഇംഗ്ലീഷ് ഹൗസ് ബിൽഡിംഗ് ഉണ്ട്, എനിക്കൊന്ന് IT ചില ഹൗസ് ബിൽഡിംഗ് ഒക്കെ ഇംഗ്ലീഷിൽ പോകുന്നു, പക്ഷെ നമുക്കത് കിട്ടുന്നില്ല. ഇപ്പൊ എന്റെ ഇതിൽ പറയുവാണെങ്കിൽ ജർമ്മൻ മാത്രമേ ഉള്ളൂ. അപ്പൊ അത് ചെയ്യുമ്പോൾ ലാംഗ്വേജ് ഇല്ലെങ്കിൽ അത് നല്ല രീതിയിൽ ബുദ്ധിമുട്ട് വരും, നമുക്കതൊരു പെർഫോം ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ ലാംഗ്വേജ് എന്തായാലും നാട്ടിൽ നിന്ന് കുറവായിട്ട് വന്നു കഴിഞ്ഞാൽ ഈസി ആയിരിക്കും. അപ്പൊ ഹൗസ് ബിൽഡിംഗ് എടുക്കുന്നവരൊക്കെ നന്നായിട്ട് ലാംഗ്വേജ് ഒക്കെ പഠിച്ച് സെറ്റ് ആയിട്ട് വരികയാണെങ്കിൽ, നല്ല മാർക്കൊക്കെ പഠിക്കുകയാണെങ്കിൽ നമുക്ക് അത്യാവശ്യം നല്ല ജോലിയൊക്കെ ഇവിടെ കിട്ടും. അപ്പൊ നാട്ടിൽ നിന്ന് തന്നെ ഒരു ലാംഗ്വേജ് ഒക്കെ സെറ്റ് ആയിട്ട് വരികയാണെങ്കിൽ കുറച്ചുകൂടി എളുപ്പമായിരിക്കും ഇവിടെ പഠിക്കാൻ അല്ലേ. സ്കൂളിലും വർക്കിലും നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ലാംഗ്വേജ് ഇമ്പോർട്ടന്റ് ആണ്, അത് അത്രേ ഉള്ളൂ സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഫിസിക്സ് ഹൗസ് ബിൽഡിങ്ങിനെ പറ്റി നിങ്ങൾക്ക് ഒരു ധാരണ കിട്ടിയിട്ടുണ്ടാവല്ലോ. അതായത് ഇപ്പോ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഡാരും പറഞ്ഞു. പിന്നെ എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഡാറിന്റെ അടുത്ത് മെസ്സേജ് ചോദിച്ചാൽ മതി. ഇൻസ്റ്റാഗ്രാം ID ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും കാര്യങ്ങളൊക്കെ ഉള്ളൂ. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക, അല്ലെങ്കിൽ ഡാറിന് മെസ്സേജ് ചോദിക്കുക. ലോജിസ്റ്റിക്സിനെ പറ്റിയൊക്കെ ഉണ്ടെങ്കിൽ ഡാറിന്റെ അടുത്ത് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് അറിയാൻ പറ്റും. അപ്പൊ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.